ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 43-ാമത്തെ ദിവസം ആ ഒരു 1 അവർ എപ്പിസോഡും കൂടി കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോമണായി ഈ കണ്ടസ്റ്റൻസിൻ്റെ കയ്യിലില്ലാത്തൊരു സാധനം അത് കോമൺ സെൻസ് മാത്രമാണ്. കുറച്ചെങ്കിലും അത് ഉണ്ടെങ്കിൽ അത് അക്ബറിൻ്റെ കയ്യിലാണുള്ളതെന്നുള്ള പരസ്പരം അനാവശ്യമായ ഒരുപാട് പ്രജുഡിസ്റ്റിക് സാധനങ്ങളൊക്കെ മനസ്സിലെടുത്ത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കുറ്റം താൻ ചെയ്യുകയോ തനിക്ക് വേണ്ടപ്പെട്ടവർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയും അങ്ങോട്ട് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിലാക്കി അത് കുഴപ്പമില്ല അവർ അർഹിക്കുന്നതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരാടോ. കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഓരോരുത്തരുടെ പേഴ്സണൽ സ്പേസ്, പേഴ്സണൽ ബൗണ്ടറി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, കുറച്ച് സ്നേഹം കൊടുക്കുക. ഈ പറഞ്ഞ പരിപാടികളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. 2 പ്രധാനപ്പെട്ട ഇഷ്യൂസാണ് 43-ാമത്തെ ദിവസം നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത്. അതുകൂടാതെ കിച്ചൺ ഇഷ്യൂ ഉണ്ട്, പിന്നെ നോമിനേഷൻ അത് ഇത് മറ്റേ മറിച്ചൊക്കെ ആയിട്ട് വേറെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് 43-ാമത്തെ ദിവസം നമ്മൾ ചർച്ചയ്ക്ക് എടുത്ത് വെക്കേണ്ടത്. ആ വിഷയം 44-ാം ദിവസത്തേക്കും നീളാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ലാലേട്ടൻ വന്നിട്ടെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. കാരണം 2 വീക്കെൻഡ് എപ്പിസോഡ്സ് കഴിഞ്ഞ് പോകുമ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല അവിടുത്തെ പ്രശ്നം എന്താണ് എന്നുള്ളത്. ആദ്യത്തെ വിഷയം ആര്യനും റെനയും തമ്മിലുള്ള വിഷയമാണ്. വീക്കെൻഡ് എപ്പിസോഡ്സൊക്കെ കഴിഞ്ഞ് ലാലേട്ടൻ ടാറ്റ പറഞ്ഞു പോയതിന് ശേഷം സംഭവിച്ച കാര്യം, ആര്യൻ ഉറങ്ങാൻ വേണ്ടി അവൻ്റെ ബെഡിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ നെവിൻ കയറി കിടപ്പുണ്ട്. നെവിനോട് എണീറ്റ് പോകാൻ പറഞ്ഞു, ചവിട്ടി നോക്കി, പക്ഷേ നെവിൻ മാറുന്നില്ല. അവസാനം ആര്യൻ സൈകെട്ട് നെവിൻ്റെ കട്ടിലോ മറ്റോ പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ആര്യനെ പിന്നെ ചൊറിയാൻ പറ്റില്ലല്ലോ. അപ്പം നെവിൻ എണീറ്റ് പോയി അനിമോളുടെ കട്ടിലേക്ക് കിടക്കുന്നു. അത് കണ്ടുകൊണ്ട് ആര്യൻ അവൻ്റെ കട്ടിലേക്ക് കിടക്കാൻ വരുന്ന സമയത്ത് റെന ആ കട്ടിലിൽ നെവിൻ കിടന്നതുപോലെ തന്നെ കയറി കിടക്കുന്നു. അത് കണ്ട് ദേഷ്യം വരുന്ന ആര്യൻ റെനയുടെ പുറത്തേക്ക് 2 കൈയും കൂടി വെച്ചു ഞാൻ നിൻ്റെ പുറത്ത് കയറി കിടക്കാൻ പോവുകയാണെന്നുള്ളൊരു ആക്ഷൻ കൊടുത്തുകൊണ്ട് ദേഹത്ത് തട്ടിയില്ല എന്ന് അവർ 2 പേരും ഉറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു. അത് റെനയ്ക്ക് ഭയങ്കര അൺകംഫർട്ടബിളായി തോന്നി. റെന തന്നെ ഈ ഒരു ദിവസം മുഴുവൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, ഷോക്ക്ഡായിപ്പോയി, പേടിച്ചു പോയി. അതാണ് അവിടുത്തെ കാര്യം, ഷോക്ക്ഡായിപ്പോയി, പേടിച്ചു പോയി. ആര്യനെ സംബന്ധിച്ച് ഞാൻ നിൻ്റെ ദേഹത്ത് തട്ടിയില്ലല്ലോ, അപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, മാത്രമല്ല ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അവിടെ വന്ന് കിടന്നുറങ്ങാൻ ശ്രമിച്ചത്. കാരണം ഷൂട്ടുണ്ട്, പിന്നെ സ്ട്രെസ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സ്ട്രെസ് അയാൾക്കുണ്ടാവും. എന്തായാലും അങ്ങനെ അയാൾ വന്ന് കിടക്കാൻ നോക്കി. റെന പേടിച്ചു പോയി. റെന നേരെ ബിന്നിയുടെ അടുത്ത് പോയി ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. ബിന്നി കറക്റ്റായി നീ ആലോചിച്ചിട്ട് നമുക്കിത് പ്രതികരിക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അനുമോളും വന്നിരുന്ന് ഈ കാര്യങ്ങൾ രാത്രി കേട്ടതാണ്, അതൊന്ന് മനസ്സിൽ വെച്ചോ, പിന്നീട് നമുക്ക് ആ കാര്യങ്ങളുടെ വേറൊരു സൈഡ് കാണാം. ഈ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് റെനയും നൂറയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അവിടെയും ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ് റെന അവതരിപ്പിക്കുന്നത്. പക്ഷേ റെന അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും ആര്യൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നില്ല. ആര്യൻ അങ്ങനെ വന്നപ്പോൾ അത് തമാശയ്ക്ക് വന്നായിരിക്കാം, ഞാൻ തമാശയ്ക്ക് ചെയ്താണ്, ഈ പറയുന്ന എലമെൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഷോക്കായി പോയി. റെനയുടെ വിഷയം അതാണ്. റെന അത് പിന്നീട് ആര്യനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും റെന അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ ഷോക്കായിപ്പോയി എന്നുള്ളതാണ്. അത് കണ്ട് ഞാൻ പേടിച്ചു പോയി എന്നുള്ളതാണ്. പേടി, ഷോക്ക്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു മനുഷ്യനും, ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ വ്യത്യാസമൊന്നും ഞാൻ പറയുന്നില്ല, ഏതൊരു മനുഷ്യനും അയാളുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും എഴുതാൻ വന്നിരിക്കുന്ന മേശയും കസേരയും പേഴ്സണൽ സ്പേസ് അതല്ല പറയുന്നത്. എൻ്റെ ശരീരം എന്ന് പറയുന്നതിൽ എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. നമ്മൾ പറയില്ലേ മറ്റൊരാളുടെ മൂക്കിൻ തുമ്പിൽ നമ്മുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പേഴ്സണൽ സ്പേസിലേക്ക് നിങ്ങൾ കടന്നു കയറാൻ പാടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അക്ബറും ഷാനവാസും തമ്മിൽ സംസാരം ഉണ്ടാകുമ്പോൾ ഷാനവാസ് ദേഹം കൊണ്ടിരിക്കുന്നത് നമ്മൾ തെറ്റാണെന്ന് പറയുന്നത്? അത് അക്ബറിൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് വയലേറ്റ് ചെയ്ത് കയറുന്നതാണ്. അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ട്. ഈ ദിവസം നമ്മൾ ഡീൽ ചെയ്യുന്ന 2ാമത്തെ വിഷയത്തിലും ഈ പേഴ്സണൽ സ്പേസ് വരുന്നുണ്ട്. പേഴ്സണൽ സ്പേസിലേക്ക് അനുവാദമില്ലാതെ ഒരാൾ കടന്നു വരുമ്പോൾ നമ്മൾ പല രീതിയിൽ റിയാക്ട് ചെയ്യും. ചിലർ ഫ്രീസായി പോകും, ചിലർ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും, ചിലർ ചിലപ്പോൾ തള്ളി മാറ്റും. അല്ലെങ്കിൽ അവരിപ്പം പണ്ടൊരു ബിഗ് ബോസ് എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളതുപോലെ ബോക്സിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവിക റിഫ്ലക്സ് ആയിട്ട് തിരിച്ചിടിക്കും, അല്ലെങ്കിൽ തള്ളി മാറ്റും. ഇതൊക്കെയാണ് സംഭവിക്കുക. റെനയെ സംബന്ധിച്ച് റെനയുടെ പേഴ്സണൽ സ്പേസാണ് അവരുടെ ശരീരം. ആ സ്പേസിനകത്തേക്ക് പെട്ടെന്ന് ഒരാൾ കടന്നു വരുന്ന സമയത്ത് റെനയ്ക്ക് പേടിയുണ്ടാവും, റെന ഷോക്കായിപ്പോൾ. ഇവിടെ റെനയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചൊരു കാര്യം, ഇവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടിരുന്ന ആളുകളാണ്. ആര്യൻ, ജിസേൽ, റെന ഇവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരുമിച്ചിരുന്നിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അവർ ആ ഒരു ഫ്രണ്ട്ലി നേച്ചർ ബാക്കിയുള്ളവർക്ക് ഇതൊരു ഗ്രൂപ്പാണ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള റെന ആര്യൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് കുറച്ച് തമാശയൊക്കെ കാണിക്കാം, ആര്യൻ എന്നോടും തമാശ കാണിക്കും, ഇതൊക്കെ അറിയാവുന്ന ആളുകളാണ്. എന്തായാലും അങ്ങനെ ആര്യൻ ഉറങ്ങാൻ വേണ്ടി അവൻ്റെ ബെഡിലേക്ക് വരുന്ന സമയത്ത് അവനെ ഒന്ന്
ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൺ മൂഡിൽ റെന ചാടി കയറി അവൻ്റെ കട്ടിലേക്ക് കിടന്നു. റെന ആ സമയത്ത് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഫ്രണ്ട്ലി നേച്ചർ വെച്ച് എല്ലാവരും ടയർഡാവും. രാത്രി ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബേസിക് ആവശ്യമാണ്. ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ടഫായിട്ടുള്ള ടാസ്കുകളിലൊക്കെയാണ് ഇവർ ഈ ഉറക്കം കളയുക എന്ന് പറയുന്ന പോലത്തെ പരിപാടികൾ കൊടുക്കാറുള്ളത്. അപ്പം ഉറക്കം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഷൂട്ടെല്ലാം കഴിഞ്ഞ് ആരും കിടന്നുറങ്ങാൻ വരുന്ന സമയത്ത് ഓൾറെഡി നെവിൻ അവനെ ഇറിറ്റേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് റെനയും കൂടി ഇതേ കാര്യം തന്നെ ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആര്യൻ അങ്ങനെ ബിഹേവ് ചെയ്യാൻ തോന്നിയേക്കാം, അതൊരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത്. പക്ഷേ ആ സമയത്ത് ആര്യൻ ചിന്തിക്കാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യങ്ങളിലേക്കുമുള്ള വാതിൽ തുറന്നിട്ട് കൊടുക്കലല്ല, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറാൻ ഞാൻ നിങ്ങൾക്ക് അവകാശം തരുന്നു എന്നല്ല. എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് എനിക്ക് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്താൽ, എന്ന് വെച്ചാൽ ഒരു ആൺകുട്ടി തന്നെ എനിക്ക് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്യുന്ന രീതിയിൽ എൻ്റെ ശരീരത്ത് കൈവച്ചാൽ ഞാൻ കൈതട്ടി മാറ്റും. അല്ലെങ്കിൽ ചിലപ്പം വളരെ മോശമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ ഞാൻ ഞെട്ടിപ്പോകും. ഞാൻ കൈതട്ടി മാറ്റുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതടാ എന്ന് ഞാൻ പറയുമ്പോഴോ അത് മനസ്സിലാക്കാൻ കൂടി കഴിയുന്ന ആളായിരിക്കണം ഫ്രണ്ട്. അതിനൊപ്പം എനിക്കത് ബുദ്ധിമുട്ടുണ്ടായെന്ന് മനസ്സിലാവുമ്പോൾ ആ ഫ്രണ്ട് എന്നോട് സോറി പറയണം. കാരണം എൻ്റെ പേഴ്സണൽ സ്പേസിനെ അയാൾ വയലേറ്റ് ചെയ്തു. ഈ പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ അവൻ്റെ ബെഡിൽ കയറി കിടന്ന് അവനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് റെന ചിന്തിക്കുമ്പോൾ അവൻ ഉറങ്ങുക എന്ന് പറയുന്ന ഒരു അത്യാവശ്യം അവിടെ ഉണ്ട് എന്നുള്ളത് റെന ചിന്തിക്കണമായിരുന്നു. 2, റെനയുടെ അടുത്ത് എനിക്ക് തമാശ പറയാം, ഒരുമിച്ചിരിക്കാം, വർത്തമാനം പറഞ്ഞ് കളിക്കാം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ ഫ്രീഡം കിട്ടുമ്പോൾ പരസ്പരം കളിയാക്കാനും പ്ലാൻ ചെയ്ത് മറ്റുള്ളവരെ കളിയാക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴും ആ വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഞാനൊരു അറ്റാക്ക് എന്നുള്ള രീതിയിൽ അത് അഭിനയിച്ച് കാണിക്കുമ്പോൾ പോലും അയാളെ അൺകംഫർട്ടബിൾ ആക്കും എന്നുള്ളത് ആര്യന് മനസ്സിലാക്കണമായിരുന്നു. ഇനി ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം സംഭവിക്കുന്നത് ഇവർ ഈ പ്രശ്നത്തിനെ പിന്നീട് എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതാണ്. റെന വളരെ മോശമായ ആര്യനെക്കുറിച്ചൊരു ഇംപ്രഷൻ ആരുടെ അടുത്തും പോയി ഉണ്ടാക്കിയിട്ടില്ല. റെന ഈ സംഭവം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒരു സെൻറ്റിമീറ്റർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയിടാതെ ആര്യനെ മോശക്കാരനായി ചിത്രീകരിക്കാതെ, എന്നാൽ എനിക്ക് പേടിയായിപ്പോയി, എനിക്ക് ഷോക്കായിപ്പോയി എന്നാണ് പറയുന്നത്. ഇതേ കാര്യം ആര്യനോടും അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഐഡിയൽ സെനാരിയോ എങ്ങനെയാണെന്ന് നോക്കാം. റെന ഈ വിഷയം വന്ന് ആര്യനോട് പറയുകയാണ്. അപ്പോൾ ആര്യൻ ആ വിഷയം സമാധാനമായിട്ടിരുന്ന് കേൾക്കുകയാണ്. എടാ, ഞാൻ ആ ഒരു ഫ്രണ്ട്ലി നോട്ടിൽ എനിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. അപ്പം നിന്നോടുള്ള സ്വാതന്ത്ര്യം കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത്. നിനക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ, നിൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി നീ പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ റെന, നീ മനസ്സിലാക്കേണ്ട കാര്യം ഈ ലോകത്ത് നിനക്ക് ഏറ്റവും സേഫായിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കാവുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുന്ന ആളാണ് ഞാൻ നിൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഒരിക്കലും നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യില്ല. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നീ ഇത് മനസ്സിലാക്കണം. നിനക്ക് ഏറ്റവും സേഫായി ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഞാൻ. ഐ എം സോറി ഫോർ ദിസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആര്യൻ്റെ ഓറ 10,000 ആണ്. എന്നുവെച്ചാൽ ആര്യന് ചെയ്യാവുന്ന ആസ് എ ഫ്രണ്ട്, ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ കണ്ടസ്റ്റൻറ്റ് എല്ലാം കൊണ്ടും ആര്യന് ചെയ്യാൻ പറ്റാമായിരുന്ന ഒരു വലിയ കാര്യമായിരുന്നു. അവിടെ കൊണ്ട് റെന ഈ ഇഷ്യൂ മറക്കുമെന്നല്ല, റെന ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും, ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് അവരുടെ ഇനി അങ്ങോട്ടുള്ള ഗെയിമിനെയൊക്കെ വളരെ പോസിറ്റീവായി ബാധിക്കും. ഇങ്ങനൊരു വിഷയം അനാവശ്യമായി ആര്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കും. ഇതിപ്പോൾ എന്താണെന്നറിയോ, ആ ഹൗസിലുള്ള ആർക്കും ആര്യൻ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്ന ഒരു അഭിപ്രായമില്ല. എല്ലാവരും ആര്യനെ വിശ്വസിക്കുന്നുണ്ട്. ആര്യൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. ജിസേൽ അതിനുവേണ്ടി വാദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവിടുത്തെ പ്രശ്നം റെന പേടിച്ചു പോയി എന്നുള്ളതാണ്. റെന ഈ ഒരു ആക്ട് ആ ഹൗസിലുള്ള വേറെ ആരുടെയും ബെഡിൽ പോയി ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പം ഷാനവാസിൻ്റെ അടുത്തോ ഒനീലിൻ്റെ അടുത്തോ അക്ബറിൻ്റെ അടുത്തോ ഒന്നും ചെയ്യാനുള്ള സാധ്യത ഇതൊക്കെ വളരെ കുറവാണ്. വേറെ ആരുടെ അടുത്തും ഇങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ്? റെന അത്രയും വിശ്വസിക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് നമ്മൾ കാണുന്ന, എൻ്റെ അടുത്ത് എൻ്റെ പേഴ്സണൽ സ്പേസ് വയലേറ്റ് ചെയ്യില്ല എന്ന് റെനയ്ക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ് ആര്യൻ. അങ്ങനെ ഒരാളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന പേടിയുണ്ട്. ആ പേടി ആര്യൻ ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ മതിയായിരുന്നു. ആര്യൻ അവിടെ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്ന് പറയുന്നത് അവിടെ മസ്താനിയെ പോലെ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ മസ്താനി ചെയ്ത അതേ കാര്യം ആവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് റെനയെ അക്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർ നടന്നു പോകുന്ന സമയത്ത് ലക്ഷ്മി അതിലേ പോകുമ്പോൾ തൊട്ട് ആര്യൻ പറയുന്നത് ലക്ഷ്മിയുടെ ഫ്രണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഇവർക്ക് ഒനീൽ ലക്ഷ്മി പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ബഹുഭൂരിപക്ഷ ആളുകളും അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഈ വിഷയത്തിനെ കാണുന്നത് ഒനീൽ മസ്താനി വിഷയം എന്നാണ്. മസ്താനി ഉണ്ടാക്കിയ പ്രശ്നം എന്നാണ്. ആ പ്രശ്നം ഉണ്ടായ സമയത്ത്, ഇതൊരു വിഷയമാവുന്ന സമയത്ത് എല്ലാവരും ഒനീലിനും മസ്താനിക്കും ഒപ്പം ഒരുപോലെ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ലാലേട്ടൻ ആ പ്രശ്നത്തിനെ ഡീൽ ചെയ്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുകൂടിയായിരിക്കാം പല ആളുകളും ആ ബിഗ് ബോസ് ഹൗസിൽ ഇത് സംസാരിക്കുന്നത് മസ്താനി ഉണ്ടാക്കിയ വിഷയമായിട്ടാണ്. മസ്താനി ശരിക്കും എല്ലാവരുടെയും പേഴ്സണൽ വിഷയങ്ങൾ എടുത്തിട്ട് വളരെ മോശം സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ്.
പക്ഷേ ഒനീലും മസ്താനിയും തമ്മിലുണ്ടായിട്ടുള്ള ആ വീഴാൻ പോകുമ്പോഴുള്ള പിടിക്കലെന്ന് പറയുന്നത് അത് മസ്താനിക്ക് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സംശയമുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. അതിനെ നമ്മൾ മസ്താനിനെ കുറ്റം പറയല്ല. ആ വിഷയത്തിനെ ലക്ഷ്മി ഹാൻഡിൽ ചെയ്ത രീതിയാണ് പ്രശ്നം. ഇവിടെ ഒരാൾ പോലും ഒനീൽ ലക്ഷ്മി വിഷയം അതിനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ലക്ഷ്മി അലമ്പാക്കിയതുപോലെ എന്ന് പറഞ്ഞിട്ടില്ല. ലക്ഷ്മി അതേ സ്ട്രാറ്റജി ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. എല്ലാവരും മസ്താനിയുടെ പ്രശ്നം എന്നാണ് ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മസ്താനിയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പോലും മസ്താനിയുടെ ഫ്രണ്ടായി അഭിനയിച്ച് നടന്ന ലക്ഷ്മി ഇത് മസ്താനി ഉണ്ടാക്കിയ പ്രശ്നമല്ല, എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രശ്നമാണ്, ഞാൻ അതിന് അപ്പോളജൈസ് ചെയ്താണ്, ഈ വിഷയം മസ്താനിയുടെ അല്ല എന്ന് പറയണമായിരുന്നു. അപ്പോഴൊന്നും ലക്ഷ്മി അത് പറഞ്ഞിട്ടില്ല. ആരും കേൾക്കാതെ മാറിയിരുന്നു. ഒരാളെ മാത്രം ഉപദേശിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് ലക്ഷ്മി പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമാണെന്നുള്ളൊരു അർത്ഥം വരുന്ന രീതിയിൽ സംസാരിക്കുന്നത്. അത് നമുക്ക് വിശദമായിട്ട് പറയാനുണ്ട്. ഇത് എല്ലാവരും മസ്താനിയുടെ പ്രശ്നമായിട്ടാണ്. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരം ഒരു അപ്രോച്ച് ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ ഷോക്ക്ഡ് ആയിപ്പോയി, പേടിച്ചു പോയി, കൺഫ്യൂസ്ഡ് ആയി എന്ന് പറയുന്നത് അത് അവരുടെ കുറ്റമല്ല. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തോ, അതിനെ അഡ്രസ്സ് ചെയ്യും. ആസ് എ ഹ്യൂമൻ ബീയിങ് അതിനെ നോക്കിക്കാണ്. അവരൊരു ഹ്യൂമനാണ്, അവർക്കത് ബുദ്ധിമുട്ടായി തോന്നി, അതിന് പല കാരണങ്ങളുണ്ടാവാം. ഇവിടെ റെന ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ മസ്താനിയെ പോലെ എന്ന് പറയുന്നു, ലക്ഷ്മിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നു. അതും പോരാഞ്ഞ് ആര്യൻ റെനയോട് പറയുന്നത് നീ പുറത്തു പോയി ഇഷ്യൂ ഉണ്ടാക്കുന്നതാണ്, ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഞാനും ഇഷ്യൂ ഉണ്ടാക്കാമെന്നാണ്. അത് ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയാണോ റെന ആര്യനടുത്ത് പോയിരുന്ന് സംസാരിക്കാൻ പോയത്? പിന്നീട് അത് കയറി ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ റെന അത് സമാധാനമായി സംസാരിക്കാൻ തയ്യാറായ സമയത്ത് ആര്യൻ കുറച്ചും കൂടി മെച്യൂരിറ്റി കാണിക്കുകയും ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ, ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ഒരു അഫർമേഷൻ, ഒരു പോസിറ്റീവ് അഫർമേഷൻ ആയിരുന്നു റെനയ്ക്ക് കൊടുക്കേണ്ടിയിരുന്നത്. ആര്യൻ അത് കൊടുക്കുന്നില്ല. മാത്രമല്ല ഇതിനെ ഏറ്റവും വഷളായിട്ടുള്ള രീതിയിൽ പോർട്രേ ചെയ്യുകയും അങ്ങനെ ഇത് ഒരു പ്രശ്നമാകണമെന്ന് കരുതി എല്ലാവരുടെയും അടുത്ത് പോയി ബഹളമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അധികം നമ്മൾ ചിന്തിക്കേണ്ടത് ആര്യൻ ഇതിലെ ബേസിക് ഇഷ്യൂ മനസ്സിലാക്കുന്നില്ല. ആര്യൻ ചോദിക്കുന്നുണ്ട് ഞാൻ ടച്ച് ചെയ്തില്ലല്ലോ, ഞാൻ ടച്ച് ചെയ്തിട്ടില്ല, ക്യാമറ നോക്കൂ, ഐ സ്വെയർ ഓൺ ഗോഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ അടിക്കുന്നുണ്ട്. ആര്യൻ മനസ്സിലാക്കേണ്ടത് ടച്ച് ചെയ്തില്ലോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. നിങ്ങളുടെ ഒരു ആക്ട് മറ്റൊരാൾക്ക്, നിങ്ങളുടെ കണ്ടസ്റ്റൻറ്റിന്, ഞാൻ ആൺ പെൺ വ്യത്യാസം പോലും പറയുന്നില്ല, ഒരു കണ്ടസ്റ്റൻറ്റിന് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തു, അവരുടെ പേഴ്സണൽ സ്പേസിനെ വയലേറ്റ് ചെയ്യുന്നതായി ഫീൽ ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സമാധാനപരമായിരുന്ന് കേൾക്കാനും അത് മനസ്സിലാക്കാനും തൻ്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കിന് സോറി പറയാനും ഇനി അത് ആവർത്തിക്കില്ല എന്നൊരു അഫർമേഷൻ കൊടുക്കാനും തയ്യാറാവുക എന്നുള്ളത് അതൊരു ബേസിക് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ആര്യന് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇവരുടെ ഒക്കെ മനസ്സിൽ ലക്ഷ്മി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫേക്ക് ഒരു അത് ഭയങ്കര പ്രശ്നമാക്കി മാറ്റിയൊരു സിറ്റുവേഷനുണ്ട്. ഞാൻ പറയുന്നത് മസ്താനിയുടെ കേസ് ഫേക്ക് ആണെന്നല്ല, ലക്ഷ്മി അത് ഡീൽ ചെയ്തതിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള കുറേ അജണ്ടകളുണ്ടായിരുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് എല്ലാവരുടെയും മനസ്സിലിങ്ങനെ പുക പോലെ നിൽക്കുമ്പോൾ പിന്നെ വരുന്നതൊക്കെ അതുപോലെയാണ് എന്ന് ചിന്തിക്കാൻ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ലക്ഷ്മി ചെയ്തത് ഒരു പുരുഷ വിരോധം നിറഞ്ഞിട്ടുള്ള ആക്ട് മാത്രമല്ല, സ്ത്രീ വിരോധം കൂടിയാണ്. സിമിലർ ആയിട്ടുള്ളൊരു ഇഷ്യൂ മസ്താനിക്ക് ഉണ്ടായതുപോലെ സിമിലർ ആയിട്ടുള്ളൊരു ഇഷ്യൂ റെനയ്ക്ക് ഫീൽ ചെയ്തപ്പോൾ അവർക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റാണ്ടായി പോയിന്നേ. എല്ലാ ആൾക്കാരും സ്പ്ലിറ്റ് ആവാൻ തുടങ്ങി, എല്ലാവരും റെനയെ അക്യൂസ് ചെയ്യാൻ തുടങ്ങി. അവിടെ മസ്താനി അക്യൂസ് ചെയ്യുന്നത് പോലെയാണ് ആ വീക്കെൻഡ് എപ്പിസോഡ് എൻഡ് ചെയ്ത് പോയത്. മസ്താനിയുടെ എവിക്ഷൻ കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ബഹുഭൂരിപക്ഷം ആളുകൾ അത് മസ്താനിയുടെ പ്രശ്നമായി കാണാൻ തുടങ്ങി. ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത്, അവരൊരു ശകാരം എന്ന നിലയിലും ഒനീൽ എന്ന വ്യക്തിക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ള നിലയ്ക്കും അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അഭിനന്ദനാർഹമാണ്. പക്ഷേ അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടിയിരുന്ന ഒരു വിഷയം, അത് ലക്ഷ്മിയോടും എല്ലാവരോടും ചേർത്ത് പറയേണ്ടിയിരുന്നത്, ഒരാൾക്ക് അൺകംഫർട്ടബിൾ ആകുന്ന പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളതിനെ ആ രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ. ഇതിനൊരു ഗെയിമായി എടുക്കരുത്, ഇത് ആരുടെയും ഗെയിമാക്കി മാറ്റരുത്, അവരുടെയും ഒരു ഗെയിമായി അതിനെ വിലയിരുത്തരുത്. മാത്രമല്ല അവരതിന് മുമ്പ് ചെയ്ത് കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് അവരുടെ ആ അവസ്ഥയെ വിലയിരുത്തരുത്. മസ്താനി വളരെ റോങ് ആയിട്ടുള്ള ഗെയിം കളിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ മസ്താനി അത്തരം ഒരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ അത് ഗെയിമായി എടുത്ത, അല്ലെങ്കിൽ അതൊരു ഗെയിമാക്കി മാറ്റിയ ലക്ഷ്മിയുടെ ഭാഗത്താണ് ഫോൾട്ട് ഉണ്ടായിട്ടുള്ളത്. റെന ഇങ്ങനൊരു വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ റെനയും ആര്യനും തമ്മിൽ പണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളതും പണ്ട് ശത്രുക്കളായിരുന്നു എന്നുള്ളതും അന്നങ്ങനെ പറഞ്ഞു ഇന്നങ്ങനെ പറഞ്ഞു എന്നുള്ളതൊന്നും അല്ല. ഇന്ന് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്, അവർ മുമ്പ് ചെയ്തത് വെച്ച് വിലയിരുത്തിയിട്ട് അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുന്നത് അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നിട്ടുള്ള പരിപാടിയല്ല. അപ്പോൾ അങ്ങനെ ഒരു മുൻകരുതൽ കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഈ ടീം പ്ലേയേഴ്സിന് എല്ലാവർക്കും കിട്ടേണ്ടതായിരുന്നു. അത് കിട്ടിയാലും മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബിഗ് ബോസിൻ്റെയും ലാലേട്ടൻ്റെയും ഭാഗത്തു നിന്ന് വരേണ്ടതായിരുന്നു. അങ്ങനെ റെന വളരെ സാഡായിരിക്കുന്ന സമയത്ത് ജിസേൽ ഇതിനെ ഡീൽ ചെയ്തതും
വളരെ അപക്വമായിട്ടാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു. അപക്വമാവുന്നു എന്നുള്ളതിനേക്കാൾ ജിസേൽ അവിടെ ഒരു ഫേവറിസം കാണിക്കാൻ പോയി എന്നും തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആര്യനെതിരെയാണ് റെനെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ആക്ച്വലി ആര്യനെതിരെയല്ല, ആര്യൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് എനിക്ക് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തു. അപ്പോൾ ജിസേൽ ഈ കാര്യത്തിന് രണ്ട് സൈഡിൽ നിന്നും കേട്ടതിന് ശേഷം ടുവേർഡ്സ് ദ എൻഡ് ആ കോൺവെർസേഷൻ റെനയുമായി നടത്തി ടുവേർഡ്സ് ദ എൻഡ് ജിസേലിന് മനസ്സിലാവുന്നുണ്ട് ആര്യൻ മാപ്പ് പറയാന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. പക്ഷേ തുടക്കത്തിൽ ജിസേൽ അവിടെ ചെന്ന് പറയുന്നത് അവനെ നമുക്ക് അറിഞ്ഞൂടെ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, അവനൊരു ജോക്കർ ക്യാരക്ടർ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെയാണ്. റെന തിരിച്ചു ചോദിക്കുന്നത് അവൻ ജോക്കറാണെങ്കിൽ അപ്പോൾ പിന്നെ ഞാൻ ആരാണെന്നുള്ളത്. കാര്യം ആര്യനെ ന്യായീകരിക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ വശവും കൂടി കേൾക്കണം. അപ്പം നിങ്ങൾ എന്നെ എന്ത് ക്യാരക്ടറായിട്ടാണ് കാണുന്നത്? ഇങ്ങനെ ജിസേൽ ആദ്യ ഘട്ടങ്ങളിൽ ആര്യനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത്രയും റെനയെ കേൾക്കുകയും റെനയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. ഇപ്പോൾ റെനയും ആര്യനും തമ്മിൽ ആൾക്കൂട്ടത്തിൽ സംസാരിച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും റെന കരഞ്ഞു തുടങ്ങുന്നുണ്ട്. റെന കരഞ്ഞു തുടങ്ങുമ്പോൾ അവരെയും കൊണ്ട് അക്ബർ തോളത്ത് കൈയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ഒനീലുണ്ട്, അനീഷുണ്ട്, അനിമോളുണ്ട്, വേറെ കുറച്ച് ജിഷിനുണ്ട്. അപ്പോൾ അവരൊക്കെ ചേർന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫീൽ ചെയ്തത് അക്ബർ റെനയെ കൊണ്ടുവരുന്ന രീതി, അവിടെ ഐ എം ഹിയർ ഫോർ യു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ നിൻ്റെ കാര്യങ്ങൾ പറയൂ, ഞാൻ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നിന്നെ കേൾക്കാം എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ അയാൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് റെനെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം സംസാരിക്കുമ്പോൾ അക്ബർ ലിസൺ ചെയ്യണം. നിങ്ങൾ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അക്ബർ ലിസൺ ചെയ്യാണ്, മുന്നോട്ട് ആഞ്ഞിരുന്ന് എന്താണ് റെന പറയുന്നതെന്ന് ആ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുകയാണ്. അനിമോൾ അപ്പുറത്ത് നിൽപ്പുണ്ട്. അനിമോൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ അനിമോൾ ആക്ച്വലി ആ സിറ്റുവേഷനിൽ നിന്ന് എന്തെടുക്കാം എന്ന് പറഞ്ഞാൽ അതിനെ ഒബ്സർവ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ ഞാനൊരു ഭയങ്കര മോശം രീതിയിൽ എടുക്കുകയല്ല, അനിമോൾ ലിസൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഷാനവാസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. റെനെ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ ദേഹത്ത് തട്ടിയോ മോളെ, ദേഹത്ത് തൊട്ടോ, ടച്ച് ചെയ്തോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഷാനവാസ് അവിടെ ഒരു അച്ഛൻ ഫിഗറിലേക്ക് മാറി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അയാളൊരു സമാന പ്രായത്തിലുള്ള പയ്യൻ്റെ അച്ഛനാണ്. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നിന്നോട് മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ ചോദ്യത്തിൽ ഒരു അച്ഛൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കാര്യങ്ങൾ ക്ലിയർ ആവാന്നുള്ളതാണ് വേണ്ടത്, ഒരു കൃത്യമായിട്ടുള്ള പിക്ചർ ഉണ്ടാവുക എന്നുള്ളതാണ് വേണ്ടത്. ആ സമയത്തൊക്കെയും അക്ബർ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഷാനവാസ് ആ ചോദ്യം ചോദിക്കുന്നതിലുള്ള ഒരു കെയർ ഫാക്ടറുണ്ട്, അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. ടച്ച് ചെയ്തോ മോളെ എന്നാണ് ചോദിക്കുന്നത്, ടച്ച് ചെയ്തോ റെനെ എന്നല്ല ചോദിച്ചു, നിന്നെ അവൻ തൊട്ടോ എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. അങ്ങനെ ചോദിക്കുമ്പോൾ അത് ഈ വിഷയം എനിക്ക് ക്യാരി ചെയ്യണം, എനിക്ക് അങ്ങോട്ട് പോകണം, ഞാൻ അവനെ തല്ലണോ ഇടിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നീ ഉത്തരം ഇട്ടുക എന്നൊന്നുമല്ല. ഷാനവാസ് ചോദിക്കുന്നത് ടച്ച് ചെയ്തോ മോളെ എന്നവിടെ വിളിക്കാൻ തയ്യാറാവുന്നത് അത് ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. ദാറ്റ്സ് ട്രൂലി അപ്രീഷ്യബിൾ. റെന ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അക്ബർ ഇതിനെ ഡീൽ ചെയ്തൊരു രീതിയുണ്ട്. അക്ബർ നേരെ ആര്യനോട് ചെന്ന് കാര്യങ്ങൾ പറയണം. അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്ത്, ആര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ അക്ബർ പറയുന്നത് എടാ അതൊക്കെ അവൾ പറഞ്ഞു, അല്ലാതെ ഒന്നും എക്സ്ട്രാ കൈ നിന്നിട്ടില്ല, അവൾക്ക് വിഷമമായത് ഈ ഒരു പോയിൻ്റാണ് എന്നുള്ള കാര്യം, അതായത് മസ്താനിയുമായി കമ്പയർ ചെയ്തതാണ് എന്നുള്ള കാര്യമാണ് അക്ബർ അവിടെ പറയുന്നത്. ആക്ച്വലി മസ്താനിയുമായി കമ്പയർ ചെയ്തു എന്ന് പറയുന്നത് അവരിപ്പോഴും വിഷയം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. നിങ്ങൾ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളതും ആളുകൾ എന്തായിരുന്നു എന്നുള്ളതും ഇവരൊക്കെ ഈ ഒരു ജഡ്ജ്മെൻ്റൽ ഫാക്ടർ വെച്ചിട്ടാണ്. അവിടെ കൺമുന്നിൽ ലക്ഷ്മി ഇരിപ്പുണ്ട്. ആ വിഷയത്തിൽ മസ്താനിക്ക് ഒരു സംശയമേ ഉണ്ടായിരുന്നുള്ളൂ, ലക്ഷ്മിയാണ് വിഷയം ഉണ്ടാക്കിയത്. പക്ഷേ അത് കാണുന്നതിന് പകരം വീണ്ടും മസ്താനിയായിട്ട് കമ്പയർ ചെയ്തത് റെനയും അത് തന്നെയാണ് പറയുന്നത്. മസ്താനിയായിട്ട് കമ്പയർ ചെയ്തത് വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ്. ആക്ച്വലി പേഴ്സണൽ സ്പേസ് വയലേറ്റ് ചെയ്തു, അവർക്ക് വിഷമമുണ്ടായി, നീ ഒരു മാപ്പ് പറഞ്ഞ ഒരു അഫർമേഷൻ കൊടുത്താൽ തീരുന്ന കേസേ ഉള്ളൂ. എനിവേ അക്ബർ ഇത് സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അക്ബറിൻ്റെ സംസാരങ്ങളിൽ മുഴുവൻ നമുക്കിത് സോൾവ് ചെയ്യാനുള്ളൊരു ശ്രമം കാണാൻ പറ്റും. ജിഷിനും ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് എടാ നീ ഇത് ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോലെ, നീ ഒരു സോറി പറഞ്ഞാൽ തീരും, അത്രേ ഉള്ളൂ, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾക്കൊരു സോറി പറയുന്നതിന് എന്താണ് ഇത്ര വിഷമം എന്നുള്ളത് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. എനിവേ ഈ പ്രശ്നം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളായി നീണ്ടു പോകുമ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ സൊല്യൂഷൻ ഇരിക്കുന്നത്, ഇപ്പോൾ ആര്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആര്യൻ ഇൻറ്റൻഷനലി റെനയെ മോശമായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അയാളുടെ ഒരു ബേസിക് നീഡ്, അതിൻ്റെ കൂടെയുള്ളൊരു ഫ്രസ്ട്രേഷൻ, ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ മനുഷ്യൻ ആകെ വട്ടുപിടിച്ച പോലത്തെ ഒരു അവസ്ഥയായി പോകും. അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കാം അതിൻ്റെ കൂടെ അയാളുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ചിലപ്പോൾ ഉള്ളിലുണ്ടായേക്കാം. മിസ്ബിഹേവ് ചെയ്തിട്ടില്ല ആര്യൻ. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ ഷോക്ക്ഡ് ആയിപ്പോയ, പേടിച്ച് പോയ ഒരു പെൺകുട്ടിയാണുള്ളത്. ആ പെൺകുട്ടിക്ക് ഒരു അഫർമേഷനാണ് ആവശ്യം. ഈ രണ്ട് വശവും കേൾക്കണം. രണ്ട് വശവും സമാധാനമായിരുന്നു കേട്ടതിന് ശേഷം രണ്ടുപേർക്കും എന്താണ് ആവശ്യമുള്ളതെന്നും രണ്ടുപേരെയും കൃത്യമായി മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ച് കൊടുത്ത് ഈ പ്രശ്നം സോൾവ് ചെയ്യാണ് വേണ്ടത്. ഈ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി അവിടെ എന്തെങ്കിലും ആത്മാർത്ഥമായി ശ്രമിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് ഒനീലാണ്, മറ്റൊന്ന് ജിസയിലാണ്, ജിഷിനുണ്ട്,
അക്ബറുണ്ട്. അതിൽ അക്ബറിൻ്റെ എഫേർട്ടാണ് എനിക്ക് കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിയത്. എനിവേ ഇവർ 4 പേരും പല സമയത്തായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ജിസേൽ ആദ്യം സംസാരിക്കുമ്പോൾ റെനയുടെ അടുത്ത് അതൊരു തമാശയായിട്ട് എടുക്കണം, അവൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നീ എന്തിനാ അവിടെ പോയി കിടന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവസാനത്തേക്ക് വരുമ്പോൾ ജിസേൽ ഓൾമോസ്റ്റ് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. സിറ്റുവേഷൻ്റെ അവിടെ റെനയ്ക്ക് ഒരു സോറി കിട്ടേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അവർ സോറി പറയിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ അക്ബർ വന്ന് റെനയെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ജിഷിൻ ഇതിനിടയ്ക്ക് നീ ഒന്ന് മാപ്പ് പറഞ്ഞാൽ മതി, ഇതിങ്ങനെ കയറ്റിക്കൊണ്ട് പോകണ്ടെന്ന് പറയുന്നുണ്ട്. ഒനീൽ അവർക്കൊരു സോറി മാത്രമാണ് ആവശ്യം എന്നുള്ള കാര്യം കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ കൺവിൻസിങ് പരിപാടികൾക്ക് ശേഷം ആര്യൻ മാപ്പ് പറയുന്നുണ്ട്. ആ മാപ്പ് ചുമ്മാ ഒരു റാൻഡം മാപ്പല്ല, എങ്ങനെ ഈ വിഷയത്തിനൊരു നല്ല അപ്പോളജി കൊടുക്കാമോ അങ്ങനെ തന്നെയാണ് കൊടുത്തത്. ഞാൻ ഈ പേഴ്സണൽ സ്പേസ് ബൗണ്ടറി ഇതൊന്നും മനസ്സിലാക്കിയില്ലായിരുന്നു ആ ആക്ട് ചെയ്ത സമയത്ത്, ബിക്കോസ് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. യാതൊരു ദുരുദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി എന്നുള്ളതാണ്. കഴിഞ്ഞു. ഈ പ്രശ്നം ഇവിടെ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ അവസാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ വൈകുന്നേരത്തേക്ക് വരുമ്പോഴും അപ്പോളജൈസ് ചെയ്ത ആര്യനോ അപ്പോളജി ഏറ്റുവാങ്ങിയ റെനയ്ക്കോ ഇതൊക്കെ കണ്ടു നിന്ന ആ ടീംമേറ്റ്സിൽ പലർക്കും, എസ്പെഷ്യലി ബിന്നി, ഈ പ്രശ്നം സോൾവ് ആയതായിട്ട് ഇവർക്ക് മനസ്സിലായിട്ടേയില്ല. ഇതിനിടയിൽ ഈ ഒരു സിറ്റുവേഷനെ ഏറ്റവും മോശമായി ഡീൽ ചെയ്യാൻ നോക്കി, അല്ലെങ്കിൽ ഏറ്റവും മോശം ഗെയിം കളിക്കാൻ നോക്കി എന്ന് ഫീൽ ചെയ്തത് അത് അനീഷാണ്. അനീഷിൻ്റെ സ്ഥിരം പരിപാടികളാണ് ഒരാളുടെ പുറകെ നടന്ന് ഷൗട്ട് ചെയ്യുക എന്നുള്ളത്. ആര്യൻ നുണ പറയുന്നവനാണ് എന്നുള്ളത് അനീഷിൻ്റെ ഒരു സംഭവമാണ്. അനീഷ് ഈ ഒരു വിഷയം നടക്കുമ്പോൾ റെന അപ്പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. റെന പറയുന്ന കാര്യങ്ങൾ കേട്ടു. നേരെ ആര്യൻ്റെ അടുത്ത് വന്നതിന് ശേഷം നീ നുണ പറയുന്നവനാണ്, നീ ജനിച്ചപ്പോൾ തൊട്ട് കള്ളം മാത്രമേ പറയുള്ളൂ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞ് പുറകെ നടക്കുകയാണ്, ബഹളം വെക്കുകയാണ്. ഈ വിഷയത്തിൽ ബഹളമല്ല ആവശ്യം. ഇയാൾക്ക് റെന പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് പിന്നീടും നമുക്ക് ഫീൽ ചെയ്യുക. ചിലപ്പോൾ റെന കുറച്ച് ദിവസം മുമ്പ് ഒരു വലിയ ഇഷ്യൂ എനിക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ കാര്യം ആര്യൻ പറയുകയും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് റെന പറയുകയും കേട്ടതിന് ശേഷമായിരിക്കും ഇയാൾ ബഹളം ഉണ്ടാക്കിയത്. എങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാലും അനീഷാണ് ഈ വിഷയത്തിന് ഒരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലാഭം എന്നുള്ള രീതിയിൽ വളരെ മോശമായി ആ സമയത്ത് വിനിയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ ഡീൽ ചെയ്യാൻ പാടില്ലായിരുന്നു. ജിസേൽ അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഞാനൊരു ഗേളാണ്, എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ തന്നെയാണ് വേണ്ടത്. റെനയ്ക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ആര്യൻ്റെ തന്നെ ഒരു ഫീമെയിൽ ക്ലോസ് ഫ്രണ്ട് അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആര്യനത് മനസ്സിലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോഴും അനീഷ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും ദിവസം നമുക്ക് അനീഷിനെ കുറിച്ച് മോശം എന്ന് പറയുന്ന രീതിയിൽ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വളരെ മോശമായ ഒരു സ്ട്രാറ്റജി ആയിപ്പോയി. ഇതിനിടയ്ക്ക് ലക്ഷ്മിയുടെ ഒരു പരിശ്രമം നമ്മൾ കാണുന്നുണ്ട്. ആ പരിശ്രമം ജിസേൽ അതിവിദഗ്ധമായി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള വിവരം ഉണ്ടായിട്ടും പിന്നെ ഇവരെന്താണ് മസ്താനിയിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് റെന സങ്കടപ്പെട്ടിരിക്കുകയാണ്. റെനയുടെ അടുത്ത് ആ സമയത്ത് വേറെ ആരുമില്ല. ലക്ഷ്മി അവിടെ ചെന്ന് ചോദിക്കുന്നത് ഒത്തിരി ക്ലോസ് ആയാണോ വന്നത് എന്നുള്ളതാണ്. അതായത് ഈ വിഷയമൊക്കെ കിട്ടിയിട്ടാണ് ലക്ഷ്മിക്ക് ഷൗട്ട് ചെയ്യാനും ബഹളം വെക്കാനും വേണ്ടിയിട്ട്. പക്ഷേ ഈ ചോദ്യം ചോദിച്ച് റെന ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ, കാരണം റെന ഇത് ഗെയിമാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചിന്തിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. ഷി വാസ് ഷോക്ക്ഡ്, ഷി വാസ് അഫ്രെയ്ഡ്. അതെല്ലാം കഴിഞ്ഞ് ഒരു അപ്പോളജിയാണ് ആവശ്യമെന്ന് ആര്യനോട് പറഞ്ഞപ്പോൾ ആര്യൻ ബ്ലെയിം ചെയ്തു. ഇതെല്ലാം കൊണ്ടും അവരാകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് ലക്ഷ്മി എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ലക്ഷ്മിയോട് അവർ സംസാരിക്കും. അതിനെ ലക്ഷ്മി മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കൺസിഡറിങ് മസ്താനിയുടെ കേസ് എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളത്. അത് മനസ്സിലാക്കിയ ജിസേലിൻ്റെ ബോഡി ലാംഗ്വേജ് ആണ്. ജിസേൽ ഓടിയാണ് അവിടെ വന്നത്. ജിസേൽ വന്നിട്ട് പറയുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും നീ എന്നോടാണ് പറയേണ്ടത്, ഐ ആം യുവർ ഫ്രണ്ട്, എന്നോട് പറയൂ, ഞാനത് ഡീൽ ചെയ്യാം, ഞാൻ അവനെ കൊണ്ട് സോറി പറയിക്കും എന്നുള്ളതാണ്. ആ അഫർമേഷൻ അവിടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ലക്ഷ്മി ഇത് മിസ്യൂസ് ചെയ്യാനും വേറെ രീതിയിലേക്ക് വരാനും കൂടുതൽ ആരോപണങ്ങളായി ഇത് നീണ്ടു പോവുകയും ചെയ്യും. ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കണം. പ്രശ്നത്തിന് സൊല്യൂഷനാണ് ആവശ്യം. മാത്രമല്ല ആര്യന് നേരെ ലക്ഷ്മി തിരിയുമ്പോൾ ലക്ഷ്മി ചിലപ്പോൾ കയ്യിൽ നിന്ന് വീണ്ടും ഇടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആര്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം കൂടി അതിനകത്ത് വരുന്നുണ്ട്. ബിന്നിയെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ബിന്നി ആക്ച്വലി ഈ പ്രശ്നം സോൾവ് ചെയ്യാനല്ല നോക്കുന്നത്. ബിന്നിക്ക് സൊല്യൂഷൻ അല്ല ആവശ്യം. ബിന്നി ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആര്യനെ ബ്ലെയിം ചെയ്യാണ്. ആര്യമാപ്പുറണം, ആര്യനിങ്ങനെ. ഇത് പിന്നീട് നോമിനേഷൻ വരുന്ന സമയത്തും നമ്മൾ കാണുന്നുണ്ട്. ബിന്നി ബ്ലെയിമിംഗ് ആണ്. ഇതിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറിലേക്ക് വരാൻ നമ്മൾ നേരത്തെ പറഞ്ഞ 3-4 ആളുകൾ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആക്ച്വലി ഈ പ്രശ്നം ഇവിടെ തീർന്നു. ആര്യൻ അപ്പോളജൈസ് ചെയ്തു, റെന അത് ഏറ്റുവാങ്ങുന്നു, അതിലെ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ അവർ സെറ്റിൽ ചെയ്യുന്നു, സമാധാനം, സന്തോഷം. ഒരു വിഷയം മാതൃകാപരമായി നമ്മൾ എൻഡ് ചെയ്തു. ഇത്രയും നീണ്ടുപോകേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു, എന്നാൽ പോലും മാതൃകാപരമായി എൻഡ് ചെയ്തു. പക്ഷേ ഇതവിടം കൊണ്ടൊന്നും തീരാതെ നോമിനേഷൻ ആകുമ്പോഴേക്കും, ആ നോമിനേഷൻ്റെ സമയം വരുമ്പോഴേക്കും വിഷയം വീണ്ടും എസ്കലേറ്റ് ചെയ്ത് പോവുകയാണ്. ഒരുപക്ഷെ ഒട്ടും ആവശ്യമില്ലാത്ത ആംഗിളിൽ ആ വിഷയം മുന്നോട്ട് പോവുകയാണ്. ആര്യൻ ഈ വിഷയത്തിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. ജിസേൽ ഈ വിഷയത്തിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. ഒനീൽ ഈ വിഷയത്തിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. ബിന്നി
അവർ ഈ വിഷയത്തിൽ നിന്ന് പിടിവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആകെ കിട്ടിയ കച്ചിത്തുരുമ്പ് വല്ലതും ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാര്യം ഇത് ഇഷ്യൂ ആക്കി നിലനിർത്തിയേ പറ്റൂ എന്ന് പറയുന്ന ഒരു വാശിക്കപ്പുറത്തേക്ക് വേറെ ഒന്നും പിന്നിൽ കാണാൻ പറ്റുന്നില്ല. ആ രീതിയിൽ ഈ ആളുകളൊക്കെ ഇതിനെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒനീൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ബിന്നിയും റെനയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റെനയും ആര്യനുമായിട്ടുള്ള വിഷയമുണ്ടല്ലോ, അവിടെ റെനയുടെ ഒരു കുറ്റം പോലെയാണ് പറയുന്നത്. ആ ബെഡിൽ പോയി കിടന്നിട്ട് ഇത് ആരുടെ നാടകം എന്നെനിക്കറിയില്ലെന്നാണ് പറയുന്നത്. ഇതേ ഒനീലാണ് അപ്പുറത്തിരുന്ന ആര്യനോട് സോറി പറയേണ്ട ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിനെ ഒരു നാടകം പോലെ ഇയാൾ അവതരിപ്പിക്കുകയാണ്. ഒരു തവണ ആര്യൻ്റെ ബെഡിൽ പോയി കിടന്നു, ആര്യൻ പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതൊരു വലിയ ഇഷ്യൂ ആക്കുകയാണ് എന്നാണ് ഒനീൽ ഇത് അവതരിപ്പിക്കുന്നത്. ഒനീലിൻ്റെ സംസാരത്തിൽ മുഴുവൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഒനീൽ ഈ വിഷയത്തിനെ ഭയങ്കര ജനറലൈസ് ചെയ്യുകയാണ്. ഈവൻ മസ്താനിയുടെ വിഷയം ലക്ഷ്മി ഊതിപ്പെരിപ്പിച്ചതുപോലെ ഈ വിഷയത്തിനെ ബിന്നി ഊതിപ്പെരിപ്പിക്കുന്നു, അല്ലെങ്കിൽ റെന ഇതിനെ ഇങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അതിനെ ജനറലൈസ് ചെയ്ത് ആക്ച്വലി ഒനീൽ പോയിരുന്ന് ആര്യനോട് സോറി പറയേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയതാണ്. കാരണം അയാൾക്ക് നേരെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നം ഒരാൾ ഊതിപ്പെരിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ ലാലേട്ടനും ബിഗ് ബോസും നമ്മളെല്ലാവരും നിൽക്കുകയും അയാൾക്കൊപ്പം നിന്ന് ഊർജ്ജം കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റിയൽ ഇഷ്യൂ വരുന്ന സമയത്ത് അതിനെ നാടകം പോലെയൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ട് അയാൾ അതിനെ ഡീൽ ചെയ്തപ്പോൾ ഉണ്ടായ ബഹുമാനം മുഴുവൻ ഈ നോമിനേഷൻ്റെ സമയത്ത് കളഞ്ഞു വിളിച്ചു. ഒനീൽ തൻ്റെ പേഴ്സണൽ വിഷയം ഡീൽ ചെയ്ത സമയത്ത് ലക്ഷ്മിയോട് പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ലക്ഷ്മി വളരെ ജഡ്ജ്മെൻ്റലായി പെരുമാറുന്നു, അതുപോലെ അവരുടെ പുരുഷ വിരോധം തീർക്കുന്നു, തന്നോടുള്ള ഗ്രഡ്ജ്, ഒനീലിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം വിനിയോഗിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ പാസ്റ്റ് ട്രോമയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ വിഷയത്തിലിടുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഇതേ കാര്യങ്ങൾ ഇപ്പോൾ ഒനീൽ ചെയ്യാണ്. ഒനീൽ തനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നേരിട്ടിട്ടുള്ള അനീതി, ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്കുണ്ടായിട്ടുള്ള ട്രോമ, ഇതൊക്കെ വെച്ചുകൊണ്ട് അയാൾ ഈ വിഷയത്തിനെയും ജഡ്ജ് ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ ഇത് റെനെ ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ റെനയും ബിന്നിയും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇതൊരു നാടകമായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യാണ് ഈ വിഷയത്തിനെ. സിറ്റുവേഷനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആ സിറ്റുവേഷനും ഈ സിറ്റുവേഷനും എങ്ങനെയൊക്കെ ഡിഫറൻ്റ് ആയിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി ആർക്കാണ് അവിടെ നീതി ഉറപ്പാക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നതിനൊക്കെ പകരം ഈ ലക്ഷ്മിക്കെതിരെ ഇയാൾ എന്തൊക്കെ കാര്യങ്ങളാണോ അക്യൂസ് ചെയ്തിട്ടുള്ളത് അതേ കാര്യങ്ങൾ ഇയാളുടെ ബിഹേവിയറിൽ നമുക്ക് കാണാൻ പറ്റുകയാണ്. ഒനീലും ഇതിനെ ജനറലൈസ് ചെയ്യുകയാണ്. ഒനീലിനോട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ചിലപ്പം ജീവിതത്തിൽ ചില വ്യക്തികളിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആ മോശം അനുഭവങ്ങൾ ഉണ്ടായത് ഇന്ന ജെൻഡറിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് എന്നൊക്കെയുള്ള മുൻവിധികൾ വെച്ചുകൊണ്ട് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും ജനറലൈസ് ചെയ്ത് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒനീലും മസ്താനി തമ്മിലുള്ള ആ ഒരു വിഷയത്തിന് ലക്ഷ്മി അത് എസ്കലേറ്റ് ചെയ്ത് വിട്ട രീതി, ഇപ്പോൾ ഏതൊരു പെൺകുട്ടിയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പുരുഷന്മാരിൽ നിന്നാണ് എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു വെച്ചുകൊണ്ട് ഒനീലിൻ്റെ വിഷയത്തിനെ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് ഒനീലിനെ ആക്രമിക്കുകയോ കൂട്ടം കൂടിയിട്ട് ഒറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. വിഷയം മനസ്സിലാക്കി ആരുടെ ഒപ്പമാണോ നിൽക്കേണ്ടത്, ആർക്കൊക്കെയാണോ നീതി ഉറപ്പാക്കേണ്ടത് അതിനുവേണ്ടി ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഒനീലും ആ കാര്യം തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറപ്പുവരുത്തുകയാണെങ്കിൽ അതൊരു വലിയ മാറ്റം കൊണ്ടുവരുമായിരുന്നു. കാരണം പുള്ളി ഒരുപാട് ജനറലൈസ് ചെയ്യുന്നു ഈ വിഷയങ്ങളെ. തനിക്ക് നേരിട്ടുള്ള അനീതിയും അതുപോലെ ആര്യന് നേരെ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ കാര്യവും ആ കാര്യമൊക്കെ ഒന്നുപോലെയാണ് എന്ന് ജനറലൈസ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ റെനയോടുള്ള അയാളുടെ അനിഷ്ടം ഈ ബിഗ് ബോസ് ഹൗസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട്, സീസൺ 7 മലയാളം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചീപ്പ് ഗെയിം, കണ്ടൻറ്റിന് വേണ്ടിയുള്ള ശ്രമം, നാടകം കളിക്കൽ എന്നൊക്കെയുള്ളത് അത്തരമൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് നേരെ ഉണ്ടാവേണ്ടുന്ന പദപ്രയോഗങ്ങളല്ല, അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ അങ്ങനെ ഡീൽ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം നമ്മളങ്ങനെ ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒനീലിൻ്റെ ഫാമിലിക്കും ഒക്കെ ഒരുപാട് വേദന ഉണ്ടാക്കുമായിരുന്നു അത്. അപ്പോൾ അതേ ഒരു മാന്യത അല്ലെങ്കിൽ അതേ ഒരു കൺസിഡറേഷൻ അത് റെനയ്ക്കും കൊടുക്കേണ്ടതാണ്. അടുത്ത ആൾ ആര്യനാണ്. ആര്യൻ്റെതൊരു കൺഫെഷൻ റൂമിൽ പോയിട്ടുള്ള നോമിനേഷനായിരുന്നു. ഇത്തവണ ഓപ്പൺ നോമിനേഷനും അതുപോലെ കൺഫെഷൻ റൂമിലെ നോമിനേഷനും ഉണ്ടായിരുന്നു. ആര്യൻ കൺഫെഷൻ റൂമിൽ പോയിരുന്നിട്ട് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് റെനയാണ്. ഈ ഒരു വിഷയത്തിനെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചു. അൺകംഫർട്ടബിൾ എന്നുള്ള വേർഡൊക്കെ യൂസ് ചെയ്തു. അതൊക്കെ ഒരു വലിയ വേർഡാണ്. അങ്ങനെ അത് പറയാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റെനയെ നോമിനേറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ആ സോറി പറഞ്ഞപ്പോഴും ആര്യൻ അതിൽ നിന്ന് വിട്ടിട്ടില്ല. നമ്മൾ ആര്യൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ആര്യനും മറ്റൊരാളുമായ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആര്യന് കിട്ടി എന്ന് തോന്നുന്ന അനീതി എന്താണോ അതിൻ്റെ ഡബിൾ ആര്യന് തിരിച്ചു കൊടുക്കണം. ആര്യനായിരിക്കണം ഏറ്റവും കൂടുതൽ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള ആൾ. എന്നിട്ട് ആര്യൻ സോറി പറയും. അത് അക്സെപ്റ്റ് ചെയ്താൽ ഓക്കെ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആര്യൻ ഓൾറെഡി അവിടെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് എല്ലാ തെറ്റും ഞാൻ ഏറ്റെടുക്കുന്നേ എന്ന് പറഞ്ഞ രീതിയിലല്ല, അയാളുടെ കാര്യങ്ങളും ഓപ്പോസിറ്റ് കാര്യങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ അയാൾ മാപ്പ് പറഞ്ഞു. പ്രശ്നം തീർന്നു അവിടെ.
പക്ഷേ ആര്യൻ പിന്നെയും അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആര്യൻ ആ വിഷയം അവതരിപ്പിക്കുന്നത്. പിന്നീട് ഓപ്പൺ നോമിനേഷനിലേക്ക് വരുമ്പോൾ ബിന്നി ഇതേ കാര്യം വീണ്ടും എടുത്തിടുന്നുണ്ട്. ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ട് ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നം പോലെ അവിടെ ആര്യൻ ഹേർട്ടാവുന്നുണ്ട്. അതായത് ആര്യൻ ഈ കാര്യം നോമിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, റെനയ്ക്കെതിരെയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇതേ കാര്യം ഞാൻ സോറി പറഞ്ഞല്ലേ പിന്നെ എന്തിനാ എടുക്കുന്നത് എന്നാണ് ബിന്നിയോട് ഇയാൾ ചോദ്യം ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് വൈകുന്നേരം ഇതൊരു വലിയ വിഷയമായി മാറുന്നുണ്ട്. ഒനിയിൽ ചെയ്തു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന അതേ മോശം കാര്യം തന്നെയാണ് ബിന്നിയും ചെയ്യുന്നത്. ജനറലൈസ് ചെയ്യുകയാണ്. ആര്യൻ്റെ ഭാഗത്തു നിന്ന് സ്ത്രീകൾക്കൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പരാതികൾ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ ആര്യനെ വളരെ മോശക്കാരനായിട്ടുള്ള, പെൺകുട്ടികളുടെ അടുത്ത് മോശമായി ബിഹേവ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്ന പോലത്തെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയത്. നേരത്തെ ഒനിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ജനറലൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ അനുമോളുമായിട്ടുണ്ടായ പ്രശ്നം, അതുപോലെ ബിന്നിയായിട്ടുണ്ടാകുന്ന പ്രശ്നം, റെനയായിട്ടുണ്ടാകുന്ന പ്രശ്നം, ഇതൊക്കെ വ്യത്യസ്ത കോണുകളിൽ നിൽക്കുകയും വ്യത്യസ്ത രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട കേസുകളുമായി ഇരിക്കുമ്പോഴും ബിന്നി അതിനെ എല്ലാം കൂടി കൊണ്ടുവന്ന് ഒരു കുടക്കീഴിലാക്കിയിട്ട് ആര്യന് നേരെ ഒരു അക്യൂസിങ് പരിപാടിയാണ് ചെയ്യുന്നത്. എന്താണെന്ന് പറയുക, ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ അവർ വീണ്ടും ഈ വിഷയത്തിനെ കൊണ്ടുവന്നിടുകയും ഇതൊരു ചർച്ചയാക്കി മാറ്റുകയും ഈ വിഷയത്തിനെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഈ വിഷയം ടോപ്പിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാം, എനിക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് സോൾവായി പോയ കേസല്ലേ, ഏറ്റവും മാതൃകാപരമായി സോൾവായി പോയൊരു കേസല്ലേ. അവരിപ്പോഴും അതിൽ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ജിസേലിൻ്റെ ഭാഗത്ത് നിന്ന് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വിചാരിച്ചിട്ടില്ല, ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരു ഇൻ്റർനാഷണൽ മോഡൽ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ആളുകളെയും സിറ്റുവേഷനുകളെയൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ജിസേലിൽ നിന്നല്ല ആയിരുന്നു ഈ ഒരു കാര്യം ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യം നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് റെനയെ നോമിനേറ്റ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചീപ്പ് ഡേർട്ടി ഗെയിം എന്നാണ് റെനയുടെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ജിസേൽ പറയുന്നത്. അപ്പോൾ ജിസേലിന് കാര്യം മനസ്സിലായിട്ടേ ഇല്ല. ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാൻ, അതൊരു വലിയ പ്രശ്നമായി മാറാതിരിക്കാൻ, ആര്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജിസേൽ ആര്യനെ കൊണ്ട് മാപ്പ് പറയിച്ചതാണോ നമുക്ക് തോന്നിപ്പോൾ ജിസേൽ ഈ ഒരു നോമിനേഷൻ നടത്തുന്ന സമയത്ത്. അവിടെയും ജിസേൽ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ്, അതായത് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ലേ, അതിൽ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പരാജയപ്പെട്ടു പോവുകയാണ്. അക്ബർ മാത്രമാണ് പിന്നെ മിച്ചം നിൽക്കുന്നത്. ജിഷിനെ നമുക്ക് അയാൾ നന്നായി ഡീൽ ചെയ്തല്ലോ എന്ന് പറയുന്ന ചിന്ത ഉള്ളിലുള്ളപ്പോഴും വേറൊരു പ്രശ്നവും കൂടി ബിഗ് ബോസ് ഹൗസിൽ 43-ാം ദിവസം നടന്നിട്ടുണ്ട്. ആ വിഷയത്തിനെ ജിഷിൻ കൈകാര്യം ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മതിപ്പ് അവിടെ വെച്ച് തീരുകയാണ്. പിന്നെയും ആ മതിപ്പ് എന്ന് പറയുന്ന കാര്യം കുറച്ച് മിച്ചം നിൽക്കുന്നത് അക്ബറിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഈ നോമിനേഷൻ്റെ സമയത്തും പിന്നീടുള്ള കോൺവെർസേഷനിലും ഒക്കെ ജിസേലിനെ സത്യം പറഞ്ഞാൽ മാറ്റി നിർത്തി പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹം തോന്നുന്നൊരു കാര്യം, എല്ലാ മനുഷ്യർക്കും പേഴ്സണൽ ബൗണ്ടറീസ് ഉണ്ട്. ജിസേലിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെടാൻ വരുമ്പോൾ തന്നെ ജിസേൽ വളരെയധികം അസ്വസ്ഥയാവും. ആര്യൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആര്യൻ ജിസേലിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. അയാൾ പ്രശ്നങ്ങളിലൊന്നും പെടാതിരിക്കാൻ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ചിന്ത ഉണ്ടാവുമായിരിക്കും. അയാൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുമായിരിക്കും. വാട്ടവർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കാവാം. പക്ഷേ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ പോകരുത്. കാര്യം അവിടെ അനീതി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളുണ്ട്. അയാൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണൽ ബൗണ്ടറീസ് ഉണ്ടെന്നാണ്. അപ്പോഴും ജിസേൽ ചോദിക്കുന്നത്, ആരും നമ്മുടെ ഫ്രണ്ടല്ലേ, അവൻ അങ്ങനെയല്ലേ, അവനെ എനിക്കറിയാമല്ലോ, അവൻ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ബിന്നിയോട് ആർഗ്യൂ ചെയ്യുന്ന സമയത്തും ജിസേൽ പറയുന്നതാണ്, അവനെ എനിക്കറിയാമെന്നാണ്. ജിസേലിന് ആര്യനെ അറിയാമായിരിക്കും, ജിസേലിന് ആര്യനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയും ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആ ഹൗസിലുള്ള എല്ലാവരും ആര്യനെ അങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചിന്തിക്കരുത്. ആര്യൻ കാണിക്കുന്നതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനും അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാനും അയാളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ജിസേലിന് പറ്റുമായിരിക്കും. എന്ന് വെച്ച് ആര്യനെ അങ്ങനെ എല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കണം എന്ന് ജിസേൽ വാശി പിടിക്കരുത്. ജിസേൽ തന്നെ ബിന്നിയുമായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ ആര്യൻ കുറച്ച് ഇമ്മച്ചുവേർഡാണ് എന്ന് പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട്, എനിക്ക് ആദ്യമേ അറിയാൻ ഭയങ്കര ഇമ്മച്ചുവേർഡാണെന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ദിവസത്തെ കോൺവെർസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബിന്നി വീണ്ടും പറയുന്നുണ്ട്, അവനൊരു കിഡാണ് എന്നുള്ളത്. ആ സമയത്ത് ബിന്നിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ ഇരിക്കുന്നത് ഒനിയിലും അഭിലാഷുമാണ്. ഒനിയിൽ കുറച്ച് മുമ്പ് ബിന്നി നാടകം കളിക്കുകയാണ്, ഈ അവസരത്തിനെ അങ്ങനെ രീതിയിൽ ഡീൽ ചെയ്യുകയാണെന്നൊക്കെ കുറ്റം പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ ബിന്നിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒനിയിലെയും അഭിലാഷിനെയും നമ്മൾ കാണുന്നത്. ബിന്നി മനസ്സിലാക്കേണ്ടത്, ബിന്നി അവനൊരു കിഡാണെന്ന് പറയുമ്പോഴും ബിന്നി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുമ്പോഴും അവിടെ റെന എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, അവർക്ക് കിട്ടേണ്ടുന്നൊരു നീതിയുണ്ട്. അവിടെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ഇൻറ്റൻഷനലി മോശമായിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതിനെ രണ്ടിനെ മനസ്സിലാക്കണം. ജിസേൽ ആര്യൻ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പോൾ അപ്പം ആര്യനെ മാത്രമേ കേൾക്കൂ, എന്നെയും റെനയെ ഒന്നും കേൾക്കില്ലേ, വിശ്വസിക്കില്ലേ എന്ന് ബിന്നി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ബിന്നിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണോ അതോ മനസ്സിലാവാത്തതായി അഭിനയിക്കുന്നതാണോ? ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഭാഗം കേൾക്കാൻ പറ്റും. രണ്ടുപേരുടെയും ഭാഗം കേട്ടും നീതി ന്യായമൊക്കെ ഉറപ്പാക്കാൻ പറ്റും. അല്ലാതെ ഒരാളുടെ ഭാഗത്ത് മാത്രമേ നമ്മൾ നിൽക്കുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയരുത്. ഇവിടെ നമ്മൾ ബിന്നിയോടാണെങ്കിലും ജിസേലിനോടാണെങ്കിലും ആര്യനോടാണെങ്കിലും റെനയോടാണെങ്കിലും ആ ബിഗ് ബോസ് ഹൗസിലെ അക്ബർ ഒഴികെയുള്ള വേറെ ഏതൊരാളോടും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. ഇത് വഷളാക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല.
ഇവർ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പരിഹാരത്തിലേക്ക് ഇവരാരും തന്നെ എത്തിച്ചേരുന്നില്ല. ഇവിടെ ഹ്യൂമൻ ഇമോഷൻസാണ് ഹേർട്ടായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, നമ്മളിനി പറയാൻ പോകുന്ന വിഷയത്തിലെയും കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് ഹ്യൂമൻ ഇമോഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ പരിഗണനകൾ കൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിനിടയിൽ കുറേ മുതലെടുപ്പുകാരും കൂടി ഉണ്ട് എന്നുള്ളത് ആ പ്രശ്നത്തിൻ്റെ ആക്കം കൂട്ടുകയാണ്. ഒരു തവണ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ക്ലിയറാക്കി തീർത്തു പോയൊരു വിഷയത്തിനെ വീണ്ടും നോമിനേഷനിലൂടെ പൊക്കിക്കൊണ്ടുവന്ന് അതിനുശേഷം അത് വീണ്ടും ഒരു വഴക്കായി വീണ്ടും കണ്ണീരും കിനാവുമായി അത് മുന്നോട്ട് കൊണ്ടുപോയത് അതൊട്ടും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. ആ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നത്തിനെ എസ്കലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ള ഓരോ ആളുകളും തെറ്റുകാരാണ്. അത് കഴിഞ്ഞാണ് ഈ ഒരു എപ്പിസോഡിലെ ഏറ്റവും മോശമായ രണ്ടാമത്തെ പ്രശ്നം നടക്കുന്നത്. ആ പ്രശ്നം എന്ന് പറയുന്നത് കിച്ചൺ ഫൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചണിൽ നിന്ന് നെവിൻ കുറച്ച് മല്ലിയില എടുത്ത് ഭക്ഷണത്തിലിട്ട് കഴിക്കുന്നു. അപ്പോൾ അയാളത് എടുത്ത് കഴിക്കുന്നത് അയാളത് ചോദ്യം ചെയ്തിട്ടുണ്ട്, ഞാനിത് ചെയ്യും എന്നൊക്കെ അനുമോൾ പറയുന്ന സമയത്തും പറയുന്നുണ്ട്. അത് നെവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണ്. അങ്ങനെ കട്ട് നിന്ന് തോന്നിയ പോലെ എടുത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് ലാലേട്ടൻ അടക്കം വിലക്കിയിട്ടുള്ളതാണ്. സ്റ്റിൽ അയാളത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതും മോശമാണ്. എന്തായാലും ആ വിഷയത്തിൽ ഷാനവാസ് ഇടപെടുന്നുണ്ട്. ഷാനവാസ് ആ മല്ലിയില എടുക്കാൻ നോക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ എടുത്തു വെച്ച ഭക്ഷണപാത്രം തട്ടി മാറുകയും നെവിൻ്റെ കപ്പ് താഴെ വീണ് പൊട്ടുകയും ചെയ്തു. പിന്നീട് ഇവർക്കിടയിൽ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. താനാരാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് റീൽസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഷാനവാസിൻ്റെ കൈതട്ടി കപ്പ് പൊട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിനെ സ്ലോ മോഷനിലാക്കിയിട്ട് അത് ഷാനവാസ് അല്ല നെവിനാണ് പുഷ് ചെയ്തത് എന്നുള്ള രീതിയിൽ, അതുപോലെ ഷാനവാസിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ വേറൊരു കൂട്ടർ, ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നെവിൻ്റെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്കിൻ്റെ തുടക്കം. അങ്ങനെ തോന്നിയ പോലെ എടുത്ത് കഴിക്കാൻ പാടില്ല. അത് ഹൗസ് മേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ വന്ന് പറഞ്ഞു, ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, അതിനൊക്കെ ശേഷവും അയാളത് വീണ്ടും തുടരുന്നു എന്ന് പറയുന്നത് ഭക്ഷണം ഓരോരുത്തർക്കും കൃത്യമായി എന്നുള്ള രീതിയിലാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ആഴ്ച കഴിയുമ്പോഴും കുറഞ്ഞു വരും എന്നൊക്കെയുള്ളത് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതുമാണ്. അപ്പോൾ അതിനകത്ത് തോന്നിയ പോലെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കഴിക്കും എന്നൊരാളൊരു വാശി കാണിക്കുകയാണെങ്കിൽ അതൊട്ടും നല്ലൊരു കാര്യമല്ല. അത് ഷാനവാസ് ചോദ്യം ചെയ്തത് കറക്റ്റായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന വാദപ്രതിവാദങ്ങളൊക്കെ മുന്നോട്ട് വന്നു. ജിഷിനൊക്കെ ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ട് ഇങ്ങനത്തെ ചീള് കേസ് എന്നൊക്കെ പറഞ്ഞ്. അതൊരു ചീള് കേസല്ല. കിച്ചൺ എന്ന് പറയുന്നത്, അവിടെ വരുന്ന ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായി കണക്കുണ്ടാവുകയും കിച്ചൺ ടീം കൃത്യമായി മാനേജ് ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ആ പ്രശ്നം അങ്ങനെ ഒരു വഴക്കായി മാറി. പിന്നീട് നമ്മൾ കാണുന്നത് ഷാനവാസ് ആദിലയും ഒനിയിലും കൂടി ഇരിക്കുന്ന ഒരു ഡിസ്കഷനാണ്. അവിടെ വെച്ച് ഷാനവാസ് നെവിൻ്റെ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് ആദിലയോട് പറയുന്നുണ്ട്. വന്ന അന്ന് തൊട്ട് അവൻ എന്നോട് വൃത്തികേട് കാണിച്ചു. ഷാനവാസ് പറയുന്നതാണ്, വന്ന അന്ന് തൊട്ട് എന്നോട് വൃത്തികേട് കാണിച്ചു, ഞാൻ കൈ തട്ടി മാറ്റി. അഭിലാഷിനോടും അവൻ ഈ വൃത്തികേട് കാണിച്ചു. അതായത് ഷാനവാസിന് അൺകംഫർട്ടബിളായി തോന്നുന്ന രീതിയിൽ നെവിനിൽ നിന്ന് ശരീരസ്പർശനമുണ്ടായി എന്നാണ് ഷാനവാസ് ആദിലയ്ക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് നെവിനോട് ബെഡിൽ നിന്ന് മാറി കിടക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ആദില ഷാനവാസ് പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. അതിനുശേഷം ആദിലൊക്കെ പോയതിന് പിന്നാലെ അനീഷും ജിഷിനും കൂടി ഷാനവാസിനൊപ്പം ഇരിക്കുന്നുണ്ട്. അനീഷ് ഷാനവാസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വന്ന് അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളൊരു ഡിസ്റ്റൻസ് ഇടണം, നമ്മളൊന്ന് കാം ആവണം എന്നുള്ളതാണ്. അതായത് ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോകരുത്. ദേഷ്യം വരുന്നതും ആർഗ്യുന്നതും നല്ലതാണ്, പക്ഷേ അതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോകരുത്. അതിനു മുമ്പ് പിന്മാറണം എന്നുള്ള ഉപദേശമാണത്. പിന്നെയും കിച്ചണിൽ കുറച്ച് വഴക്കുകൾ ഇങ്ങനെ തുടരുന്നുണ്ട്. നമ്മുടെ റെനയും ജിഷിനും തമ്മിലുള്ളതാണ്. വെജിറ്റേറിയൻസിന് ചപ്പാത്തിയും കിഴങ്ങറിയും, ബാക്കിയുള്ളവർക്ക് നോൺ വെജ് കഴിക്കുന്നവർക്ക് ചോറും നോൺ വെജ് കറിയും എന്ന് പറയുന്ന ഒരു ആശയം ജിഷിൻ മുന്നോട്ട് വെക്കുന്നു. അനുമോൾ തന്നെ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ചോറ് വെച്ചിട്ട് ചോറിന് ചിക്കൻ കറി കൂട്ടുന്ന ആളുകൾ അവർ, അല്ലെങ്കിൽ മട്ടൻ കറി കൂട്ടുന്നവർ അത് കൂട്ടട്ടെ, ബാക്കിയുള്ളവർ കിഴങ്ങറി കൂട്ടട്ടെ, അപ്പോൾ ചോറ് മാത്രം വെച്ചാൽ പോരെ. ഇതിപ്പോൾ ചപ്പാത്തി വെച്ചാൽ ചപ്പാത്തിക്ക് ഒരുപാട് ആവശ്യക്കാർ വരുമെന്നുള്ളതാണ്. റെന അവിടെ ചപ്പാത്തി വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തിക്ക് വേണ്ടി റെന വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബിന്നി ഈ പറയുന്ന ചോറും നോൺ വെജ് കറിയൊക്കെ ആയിട്ട് ഇളക്കുകയായിരുന്നല്ലോ. അത് ജിഷിൻ്റെ മുന്നിൽ വെച്ച് തന്നെ റെനയ്ക്ക് കഴിക്കാൻ വേണ്ടി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് ജിഷിൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ വഷളാവുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച് പോകുന്നു. അതിനിടയിൽ അക്ബറാണ് വന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ, ആട്ടപ്പൊടി വേസ്റ്റ് ആക്കാൻ പറ്റില്ല എന്ന്. കാരണം ഈ ഗോതമ്പൊടിയുടെ പാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് കുറേ തറയിൽ പോകുന്നുണ്ട്. റെനയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച ഈ ഭക്ഷണമൊക്കെ വായിൽ വെച്ചതിന് ശേഷം കിച്ചണിനകത്ത് കിടന്ന് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഹൈജീൻ്റെ കാര്യത്തിൽ 10 തോൽവിയാണ് കിച്ചൺ ടീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിച്ചൺ എന്ന് പറയുന്നത്. അവിടെയാണ് ഇങ്ങനൊരു കാര്യം കൂടി കണ്ടിന്യൂ ചെയ്യുന്നത്. ജിഷിനാണെങ്കിലും ഒരു പ്രോപ്പർ സൊല്യൂഷന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ ബഹളം വെച്ച് പോവാണ്. അതവിടെ നിൽക്കട്ടെ. നോമിനേഷൻ്റെ സമയത്തേക്ക് വരുമ്പോഴാണ് ഷാനവാസ് നെവിനെ കുറിച്ച് പറഞ്ഞ വിഷയം വളരെ മോശമായി ആ ഗ്രൂപ്പിന് മുന്നിലേക്ക് വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നത്. അതിന് തുടക്കമിട്ടത് ആദിലയാണ് എന്നുള്ളത് അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടകരമാണ്.
ആദിൽ അതിനുവേണ്ടി പറഞ്ഞ കാരണങ്ങളും വളരെ മോശമാണ്. ഷാനവാസ് ഇങ്ങനെ പറഞ്ഞു, മുമ്പ് നെവിൻ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, അത് മറ്റു ബോയ്സിൻ്റെ അടുത്തും നെവിൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. ഈ റെനയുടെയും ആര്യൻ്റെയും വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ജിസേൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണെന്നുള്ളത്. പിന്നീട് ജിസേൽ അത് ഹാൻഡിൽ ചെയ്തതിൽ ആ പറയുന്ന പക്വത നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പല ഘട്ടങ്ങളിലും. പക്ഷേ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ്. നെവിൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ജീവിതകഥ പറയുന്ന സമയത്തും അയാളുടെ സെക്ഷുവാലിറ്റി എന്താണ്, അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് അവഹേളിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള, ഒരുപാട് ട്രോമകളുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളെ കൃത്യമായ തെളിവുകളില്ലാതെ ഷാനവാസ് പറഞ്ഞു, ആദിൽ അറിഞ്ഞു, നല്ല കാര്യം. അങ്ങനെ ഷാനവാസ് ആദിലോട് അത് തുറന്നു പറഞ്ഞല്ലോ. ആദിലേക്ക് ഈ വിഷയത്തെക്കുറിച്ച് അടുത്ത സംസാരം, അതായത് ആദിലയുടെ ഉള്ളിൽ കുറച്ച് ഇൻഫർമേഷൻ കിട്ടി, പക്ഷേ അത് പുറത്തേക്ക് പറയുന്നതിന് മുമ്പ് അതിൽ ചെയ്യേണ്ടിയിരുന്നത് നെവിനോട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. നെവിനോട് സംസാരിച്ച് അയാളുടെ ഭാഗം കൂടി കേൾക്കാതെ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വ്യക്തിഹത്യയാണ്. കാരണം അതിലത് നേരിട്ട് കണ്ടിട്ടില്ല, അതിലേക്ക് യാതൊരു ഐഡിയ ഇല്ല. ഷാനവാസ് പറഞ്ഞു, ഷാനവാസ് ഇതുപോലെ പലതും പറഞ്ഞിട്ടുണ്ട്. ജിസേലിനെ മറ്റൊരു നോട്ടം നോക്കി നിൽക്കുന്ന അക്ബറിനെ കണ്ടിട്ടുണ്ടെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അക്ബർ വളരെ മോശക്കാരനാണ് എന്ന് അതിലങ്ങ് വിശ്വസിക്കുകയാണോ ചെയ്യുക? അക്ബറിൻ്റെ ഭാഗം കേൾക്കണ്ടേ, ജിസേലിൻ്റെ ഭാഗം കേൾക്കണ്ടേ? അത് മാത്രമല്ല, പ്രവീണും ഇത്തരം അനുഭവം പറഞ്ഞിട്ടുണ്ട് എന്ന് അതിലെ കൂട്ടിച്ചേർക്കുകയാണ്. പ്രവീൺ ഈ ഗെയിമിൽ നിന്ന് പുറത്തായിട്ടുള്ള ആളാണ്. പുറത്തായവരെ വീണ്ടും ഗെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് അത് വീണ്ടും മോശമാക്കാൻ ശ്രമിക്കുന്നത് അത് വളരെ മോശം സ്ട്രാറ്റജിയാണ്. അതുകൂടാതെ ഈ കാര്യം കൺഫേം ചെയ്യാൻ നെവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ള കാര്യം കൺഫേം ചെയ്ത് പറയാൻ പ്രവീൺ അവിടെ ഇല്ല. ആദിൽ പറയാണ് ചെയ്യുന്നത്, ഇതൊരാളെ കുറ്റപ്പെടുത്തലാണ്, കുറ്റവാളിയാക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വന്ന കാര്യത്തിന് നീ ഒരു വിലങ്ങ് തടിയാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് ആദില പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നെവിൻ അയാളുടെ സെക്ഷുവാലിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല, അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ആദിലയും നൂറയും അവിടെ വരുന്നത് LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ഞങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, ഞങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നൊരു കാര്യം വെളിവാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ കാര്യം. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നീ വിലങ്ങ് തടിയാകുമോ എന്ന് പറയുമ്പോൾ നീ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് എന്നുള്ളത് അവർ തുറന്നു പറയാണ്. നെവിൻ അത് പറഞ്ഞിട്ടില്ല. നെവിൻ അത് പറയാത്തടത്തോളം അയാളുടെ സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡൻറ്റിറ്റിയും നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് ഇറ്റ്സ് റോങ്. അത് ആദിലയും നൂറയും ചെയ്യുമ്പോൾ അത് കൂടുതൽ വലിയ പ്രശ്നമായിട്ട് മാറാണ്. കാരണം സെക്ഷുവാലിറ്റിയുടെ പേരിൽ ഒരാൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് ആദിലയും നൂറയും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ അത് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പ്രവൃത്തി വെച്ച് നിങ്ങൾ അയാളെ അടയാളപ്പെടുത്തിക്കോളൂ, അയാൾ എങ്ങനെയാണെന്നുള്ളത്. എല്ലാ LGBTQ എന്നല്ല, എല്ലാ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും നമ്മുടെ സമൂഹം പറയുന്ന ആളുകളും നല്ലതാവണമെന്നില്ല. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം, മനുഷ്യന്മാരാണ്. പ്രവൃത്തികളാണ് ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അത് സെക്ഷുവാലിറ്റി അല്ല, ജെൻഡർ ഐഡൻറ്റിറ്റി അല്ല. ഈ കാര്യമാണ് അവരോട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നെവിനെ നിങ്ങൾ അയാളുടെ പ്രവൃത്തികൾ കൊണ്ട് അടയാളപ്പെടുത്തുക. ഞങ്ങൾ ചെയ്യാൻ വന്നിട്ടുള്ള പ്രവർത്തിക്ക് നീ ഒരു വിലങ്ങുതടി ആവുമോ എന്ന് പറയുന്നത് ഒരാളെ ജഡ്ജ് ചെയ്തുകൊണ്ടുള്ള വർത്തമാനമാണ്. ഇത്രയധികം പബ്ലിക് അറ്റൻഷൻ കിട്ടും എന്നുറപ്പുള്ള, കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവരുടെയും ശ്രദ്ധ കിട്ടും എന്നുറപ്പുള്ള ഒരു സ്ഥലത്ത് രണ്ട് ഭാഗവും കേട്ടതിന് ശേഷം പറയുന്നതിന് പകരം ഒരു ഭാഗം മാത്രം കേട്ട ശേഷം ഇയാളെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്, ഇതൊരു വലിയ അക്യൂസേഷനാണ് ഒരാൾക്ക് കിട്ടാവുന്ന. ആ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരാളെ എറിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊരു കാരണവശാലും പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരു തെറ്റാണ്. നെവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അനീതിയാണ്. നെവിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വീഴ്ചകളുണ്ട്. ഇനി നമ്മൾ കാണാത്ത വീഴ്ചകളാണെങ്കിൽ അത് നെവിൻ്റെ ഭാഗവും കൂടി കേട്ടതിന് ശേഷം വേണം വിലയിരുത്തപ്പെടാൻ. അടുത്ത ആൾ റെനയാണ്. റെന ഈ വിഷയം എടുത്ത് മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ റെന അവിടെ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെ അല്ല, ഷാനവാസിനെയാണ്. ഷാനവാസ് നെവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അപ്പം പറയണമായിരുന്നു. ഇപ്പോൾ പറയുന്നത് അത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് റെന അവതരിപ്പിക്കുന്നത്. റെനയ്ക്ക് അതെങ്ങനെയാണ് പറയാൻ പറ്റുക? അങ്ങനൊരു അനുഭവം ഉണ്ടായ സമയത്ത് അത് അപ്പം പറയണമായിരുന്നു എന്നുള്ളത്, ഇത് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. ഒരു പെൺകുട്ടി തനിക്ക് നേരെ ഒരു അനീതി ഉണ്ടായിരുന്നു, അത് ഇത്ര ദിവസങ്ങൾക്ക് മുമ്പാണ്, ഇത്ര മാസങ്ങൾക്ക് മുമ്പാണ്, ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് അപ്പം പറയണമായിരുന്നു എന്ന്. അപ്പം പറയാൻ പറ്റില്ല. റെന ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ, ആര്യനുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായ സമയത്ത് അത് രാത്രിയാണ് സംഭവിക്കുന്നത്. റെന എന്തുകൊണ്ട് അപ്പം പറഞ്ഞില്ല? റെന ഷോക്ക്ഡ് ആയിരുന്നു, റെന പേടിച്ചു പോയി, റെന കൺഫ്യൂസ്ഡ് ആയിരുന്നു. മസ്താനി എന്തുകൊണ്ടത് അപ്പോൾ പ്രതികരിച്ചില്ല? മസ്താനി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഷാനവാസും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുക്കുന്നൊരു കാര്യമായിട്ട് ഇതിനെ ചിന്തിക്കരുത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ തങ്ങളുടെ പ്രൈവസിയിലേക്ക്, തങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് ഒരു ഇടിച്ചു കയറലുണ്ടാവുന്ന സമയത്ത് അവരൊരു പക്ഷേ ഭയപ്പെടാം, അവരൊരു പക്ഷേ ഫ്രീസായി പോവാം, ചിലപ്പോൾ അവരുടെ റിഫ്ലക്സ് അനുസരിച്ച് അവർ പ്രതികരിച്ച് പോയേക്കാം. ഇതൊരു ബേസിക് റിയാക്ഷനാണ്. ആ റിയാക്ഷൻ്റെ ഭാഗമായി അയാൾക്ക് പ്രതികരിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കേണ്ടി വന്നേക്കാം. അത് അപ്പം പ്രതികരിക്കണമായിരുന്നു എന്ന് പറയുന്നത്, അപ്പം പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് പറയുന്ന പോലെയാണ്.
അങ്ങനെ റെനയോട് പറഞ്ഞാൽ റെന സമ്മതിക്കുമോ? റെന പറയുന്നത് റെനയുടെ പേടിയെക്കുറിച്ചാണ്. ഞാനപ്പോൾ പേടിച്ചു പോയി, എന്നോട് മാപ്പ് പറയണമെന്നാണ്. അത് ഡിമാൻഡ് ചെയ്യണം അവർ ചെയ്യുന്നത്. അത്രയല്ലേ ഷാനവാസും പറയുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടേം ഉണ്ടല്ലോ, അത് ഈവൻ മസ്താനിയുടെ കാര്യത്തിലാണെങ്കിലും റെനയുടെ കാര്യത്തിലാണെങ്കിലും ഷാനവാസിൻ്റെ കാര്യത്തിലാണെങ്കിലും നാളെ ആദിലയോ നൂറയോ പറഞ്ഞു കഴിഞ്ഞാലും ഇതിന് ആ വാലിഡിറ്റി ഉണ്ട്. അതാണ് പറയുന്നു, പെണ്ണ് പറയുന്നു, ട്രാൻസ്ജെൻഡർ പറയുന്നു, ഹോമോസെക്ഷൽ പറയുന്നു, ഹെറ്ററോസെക്ഷൽ പറയുന്നത് ഒന്നുമില്ല. തനിക്ക് നേരെ ഒരു അനീതി ഉണ്ടാകുമ്പോൾ അത് ചില ആളുകൾക്ക് പറയാൻ കുറച്ച് സമയം എടുക്കും. ഇത് ഹ്യൂമൻ ഇമോഷൻസാണ്. ഇവിടെ ഹേർട്ടാവുന്നത് ഹ്യൂമൻ ഇമോഷൻസും അവനവൻ്റെ സെക്യൂരിറ്റിയാണ്, ഒരു സേഫ് ഫീലിംഗ് ആണ്. ഇവരൊക്കെ ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒന്ന് റിലേറ്റ് ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ പോരെ. ഷാനവാസിന് അങ്ങനെ ഒരു ഫീല് തോന്നി, എനിക്കും അതേപോലത്തെ ഒരു ഫീലല്ലേ തോന്നിയത്. അപ്പം എനിക്ക് തോന്നിയ പോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ അയാൾ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവില്ലേ. ഇത് ചില ആളുകൾക്ക് ഇതൊരു ജെൻഡർ വിഷയമാണ്. ആണുങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ല, പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അങ്ങനെ ഒന്നുമില്ല. ഇവിടെ മനുഷ്യരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഷാനവാസിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം എന്നെ പോലെ എന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ പോലെ ആയിരിക്കുമോ ആ സിറ്റുവേഷനിൽ ഷാനവാസ്ക്ക് അങ്ങനെ പേടിച്ച് പോയിട്ടുണ്ടാകുമോ. അപ്പം ഞാൻ അയാളോട് സാരമില്ല, ഒക്കെ ശരിയാവും, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കൂ എന്നല്ലേ പറയേണ്ടത് എന്ന് പറയുന്ന ചിന്തകളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതിനുശേഷം ഷാനവാസ് എണീറ്റ് നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഇതേ കാര്യം തന്നെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും പിന്നെയും അവൻ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെയും ചെയ്യുന്ന സമയത്ത് ഷാനവാസിനെ സംബന്ധിച്ച് ഇത് ഇപ്പോഴും അയാൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അയാളത് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഒഫൻസാണ്. അതിൻ്റെ പേരിൽ അയാളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കാവുന്നതാണ്. ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാൻ പാടില്ല. അതിന് അയാൾക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് ശരീരത്തെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതുണ്ടാവാൻ പാടില്ല. ഇനി അന്ന് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് എത്ര തവണയെന്ന് വെച്ചാൽ ആവർത്തിച്ചതിന് ശേഷം അയാളത് അവസാനിപ്പിച്ചെങ്കിൽ അത് അവിടെ കഴിഞ്ഞു. അല്ലെങ്കിൽ അത് നിങ്ങൾ ബിഗ് ബോസിനോട് പറയണമായിരുന്നു, ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത് ഒരു വിഷയമാക്കണമായിരുന്നു. അതും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴാ വിഷയത്തിന്, അതായത് ആ വിഷയം കംപ്ലീറ്റ്ലി എരിഞ്ഞടങ്ങിയ ശേഷം ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് നിങ്ങളിതെടുത്ത് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇതൊരു മുൻവൈരാഗ്യം തീർക്കാനുള്ള പരിപാടിയല്ലേ എന്ന് പറയുന്ന ഒരു സ്വാഭാവിക സംശയം ഉണ്ടാകും. ഏതാണ്ട് ഇതേ കാര്യം അഭിലാഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. അഭിലാഷിനെയും നെവിൻ മോശമായി ഇതുപോലെ സ്പർശിച്ചു എന്നാണ് ഷാനവാസ് ആദിലയോട് പറയുന്നത്. പക്ഷേ അതേ അഭിലാഷ് ഇവിടെ വന്ന് ചോദിക്കുന്നത് അതിപ്പോൾ പറയേണ്ട ആവശ്യകത എന്താണെന്നാണ്. കാരണം നെവിൻ ഔട്ടായി പോയ സമയത്ത് ഷാനവാസ് പറഞ്ഞത് അവൻ പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടത് ഞാനാണ്, എൻ്റെ ഒരു കോംബോ പോയി, അതിലൂടെ കിട്ടുന്ന കണ്ടൻറ്റ് പോയി എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ ഒരാൾ ഇന്ന് നെവിനെക്കുറിച്ച് മോശമായി പറയുന്നത് അത് ഈ പറയുന്ന വഴക്കിൽ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്ന ഒരു ചോദ്യം അഭിലാഷ് മുന്നോട്ട് വെക്കുമ്പോൾ അത് കുറച്ചും കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യമായിട്ട് തോന്നി. അഡ്രസ്സ് ചെയ്യപ്പെടണമെന്ന് പറയുമ്പോൾ റെനെ ചോദിച്ച പോലെ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യമല്ല ഞാൻ വെക്കുന്നത്. അന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്തിരുന്നോ? അന്ന് ഈ പ്രശ്നം എങ്ങോട്ടാണ് പോയത്, ഏത് രീതിയിൽ അതിനെ ഡീൽ ചെയ്തു, അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഈ വിഷയത്തിനെ എടുത്തിടുമ്പോൾ, പ്രത്യേകിച്ച് നെവിൻ പോകുമ്പോൾ ഇത്രയധികം ദുഃഖിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരാൾ, തൻ്റെ കണ്ടൻറ്റ് തന്നെ അതാണ്, നെവിൻ എന്നെ ശല്യം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞൊരാൾ ഇന്ന് ഈ വിഷയത്തിനെ എടുത്ത് മുന്നോട്ട് വെക്കുമ്പോൾ അതൊരു വ്യക്തിവൈരാഗ്യം തീർക്കലാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാമെന്നാണ്. ഇപ്പോഴിവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം, ഒരാളുടെ കുട്ടിക്കാലം മുതൽ അയാൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന അധിക്ഷേപങ്ങളുടെ ഒക്കെ ആകത്തുക പോലെ വീണ്ടും അയാൾക്ക് നേരെ ഒരു കുറ്റാരോപണം ഉണ്ടായിരിക്കുകയാണ്. ഇത് അയാളെ മാനസികമായി ഒത്തിരി ബാധിക്കുന്ന ഒന്നാണ്. ഒരു പക്ഷേ ഒനീലിൻ്റെ കാര്യം നമ്മൾ എങ്ങനെ അവതരിപ്പിച്ചോ, ഒനീലിന് നീതി ഉറപ്പാക്കേണ്ടത് എങ്ങനെയാണെന്ന് വാദിച്ചോ അതേ ശക്തിയിൽ തന്നെ നെവിനും ഇവിടെ നീതി ഉറപ്പാക്കേണ്ടതാണ്. ഇത് തെളിവുകൾ സഹിതം പരിശോധിക്കേണ്ടതാണ്. ഇനി തെളിവുകൾ പരിശോധിക്കുന്ന സമയത്ത് ഷാനവാസിനൊപ്പമാണ് നീതിയെങ്കിൽ ഷാനവാസിന് നീതി ഉറപ്പാക്കണം. അതല്ല നെവിനാണെങ്കിൽ നെവിനോട് ഇവരൊക്കെയും മാപ്പ് പറയേണ്ടതാണ്. ഇയാളുടെ കരച്ചിലൊക്കെ വീഡിയോയിൽ കാണുന്ന സമയത്ത് ജിഷിൻ അടക്കമുള്ള ആളുകൾ മാറിയിരുന്ന് പറയുന്നുണ്ട് അവൻ നല്ലൊരു അഭിനേതാവാണ്, അവൻ കരഞ്ഞ് തകർക്കുകയാണ്, അതുവഴി അവൻ സ്ക്രീൻ ടൈം നേടുകയാണ്. മനുഷ്യന്മാർക്ക് സങ്കടം വന്ന കരയൊന്നേ. നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന കരച്ചിലുകൾ മാത്രമല്ല കരച്ചിൽ, എല്ലാ മനുഷ്യനും സങ്കടം വരും, എല്ലാ മനുഷ്യനും തകർന്നു പോവും. ഒറ്റപ്പെടുത്തുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, ചിന്തിക്കാത്ത കാര്യങ്ങളുടെ നേരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തകർന്നടിഞ്ഞു പോകുന്ന മനുഷ്യന്മാർ കരയും, ഉരുകി കരയും. ആ സമയത്ത് അയാൾ മുൻപ് ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അയാളെ വിലയിരുത്തരുത്, അയാളെ കുറ്റപ്പെടുത്തരുത്. പറ്റിയാൽ ചേർത്ത് നിർത്തും. അയാൾക്ക് വേണ്ടി കുറച്ചെങ്കിലും വാദിക്കാൻ പോകുന്ന ഒരാളായിട്ട് നമ്മൾ വീണ്ടും അക്ബറിനെ മാത്രമാണ് കാണുന്നത്. അക്കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ കോമൺ സെൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു എംപതി എന്ന് പറയുന്ന ഒരു കാര്യം അത് കാണിക്കുന്നത് അക്ബർ മാത്രമാണോ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും നോമിനേഷൻ തുടരുമ്പോൾ നെവിൻ
നോമിനേഷന് വേണ്ടിയിട്ട് ആദ്യം മുന്നോട്ട് വെക്കുന്ന പേര് ആദിലയുടെയാണ്. ലവ് ലാംഗ്വേജ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ് നെവിൻ ആദിലയോട് പറയുന്നത്. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെവിൻ്റെ ലവ് ലാംഗ്വേജ് തോളത്ത് കൈയിട്ടിരിക്കുക, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇപ്പോൾ ഷാനവാസിന് മോശമായി ഫീൽ ചെയ്തു എന്ന് പറയുന്ന കാര്യം നെവിൻ്റെ ലവ് ലാംഗ്വേജ് ആയിരിക്കാം. നെവിൻ അതിൽ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, യാതൊരു ഫിസിക്കൽ സംഭവങ്ങളും ഒന്നും ആയിരിക്കില്ല. നെവിൻ സ്നേഹം പ്രകടിപ്പിക്കുന്ന അങ്ങനെയാണ്. ലവ് ലാംഗ്വേജ് എന്നാണ് നമ്മൾ പറയുക. നിങ്ങളുടെ ലാംഗ്വേജ് മലയാളമായിരിക്കും, എൻ്റെ ലാംഗ്വേജ് കന്നഡയായിരിക്കും. നിങ്ങളുടെ ലാംഗ്വേജ് എന്നോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാവുന്നു, എനിക്ക് അതിനനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ലാംഗ്വേജ് കൂടി പരിഗണിക്കണം. നമ്മുടെ രണ്ടുപേരുടെ ലാംഗ്വേജ് ഒത്തുപോയില്ലെന്നാണെങ്കിൽ ശരി, നമുക്ക് രണ്ടുപേർക്കും രണ്ട് വഴിയെന്ന് വിചാരിക്കാം. ഇനി അതല്ല, നമ്മൾ ഒരാൾ മറ്റേ ആളുടെ ലാംഗ്വേജ് പഠിച്ച് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഓക്കെ. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ലവ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ അതുണ്ട്. നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഇങ്ങനെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളുടെ ലവ് ലാംഗ്വേജ് എങ്ങനെ സ്നേഹം റിസീവ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അയാൾക്കത് അൺകംഫർട്ടബിൾ ആണെങ്കിൽ അയാൾ അത് ചൂണ്ടിക്കാണിക്കും. എൻ്റെ ലവ് ലാംഗ്വേജ് ഇങ്ങനെ, എനിക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കുന്നു പറയേണ്ടി വരും. കാര്യം അത് അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അയാൾക്ക് ബാഡ് ടച്ചായി തോന്നുന്നൊരു ടച്ച് നിങ്ങൾ ചെയ്യണ്ടല്ലോ. രണ്ട് സൈഡും കംഫർട്ടബിൾ അല്ലാത്ത ഒരു ലാംഗ്വേജ് നല്ല ലാംഗ്വേജ് അല്ല. ആദിലെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പുരോഗമന സമൂഹത്തിന് ഇത് മനസ്സിലാവും എന്നുള്ള രീതിയിൽ നെവിൻ സംസാരിക്കുന്നുണ്ട്. നെവിനും മനസ്സിലാക്കേണ്ടത്, എല്ലാവരും മനസ്സിലാക്കേണ്ടത്, പുരോഗമന സമൂഹം എന്ന് പറയുമ്പോൾ അതിനർത്ഥം പേഴ്സണൽ സ്പേസ്, പേഴ്സണൽ ബൗണ്ടറികൾ ഇല്ലാതാവുന്നു എന്നല്ല. പേഴ്സണൽ ബൗണ്ടറികളെ കൂടുതൽ ബഹുമാനിക്കുന്ന, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നെവിൻ്റെ ലവ് ലാംഗ്വേജ് ബാക്കിയുള്ളവർ മനസ്സിലാവണം എന്ന് നെവിൻ വാശി പിടിക്കാൻ പാടില്ല. അവർക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നെവിൻ മാറി നിൽക്കുക തന്നെയാണ് വേണ്ടത്. പിന്നീട് അങ്ങോട്ടുള്ള നെവിൻ്റെ സങ്കടം, കരച്ചിലൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി. ആരെങ്കിലും അതൊന്ന് മനസ്സിലാക്കി സാരമില്ലടാ എന്ന് പറഞ്ഞ് അടുത്തിരുത്തി സംസാരിച്ചിരുന്നെങ്കിൽ, എസ്പെഷ്യലി പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിരിക്കുന്ന സമയത്ത് ഒരു പുരുഷൻ അയാൾക്കൊപ്പം പോയിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, തോളത്ത് തട്ടി ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് സത്യമായും കൊതിച്ചുപോയി. പക്ഷേ ഈ വിഷയത്തിനെ ഇതിനിടയിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത്, അതായത് സംസാരിക്കേണ്ട സ്ഥലത്തൊന്നും ലക്ഷ്മി സംസാരിക്കുന്നില്ല, മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ മസ്താനിയെ ആദ്യം മുതലേ ഈ ഫസ്റ്റ് ഇഷ്യൂ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും മസ്താനിയും ഒനീലും തമ്മിലുള്ള പ്രശ്നമായി ഇതിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അതിൻ്റെ പേരിൽ ഒനീലിനോട് മാപ്പ് പറഞ്ഞയാൾ എന്നുള്ള നിലയ്ക്ക് ലക്ഷ്മി തന്നെയാണ് അവിടെ സംസാരിക്കേണ്ടിയിരുന്നത്. അത് ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമാണ്, മസ്താനെ നിങ്ങൾ വലിച്ചഴക്കരുത് എന്ന്. അപ്പോഴൊന്നും ലക്ഷ്മി മിണ്ടിയിട്ടില്ല. ലക്ഷ്മി എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ തനിക്കെതിരെ വന്നാലോ എന്ന് വിചാരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ തനിക്ക് കുറച്ചും കൂടി ഷോ കാണിക്കാനുള്ളൊരു സിറ്റുവേഷൻ വരട്ടെ. ഇപ്പോൾ റെനയൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യാൻ നോക്കുന്നൊക്കെ കാണുമ്പോൾ നമുക്കതാ ഫീൽ ചെയ്യുന്നത്, എനിക്ക് പ്രതികരിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കി നിൽക്കുകയാണ്. അല്ലാതെ ഒരു വിഷയത്തിൽ തൻ്റെ സ്വാഭാവിക പ്രതികരണം അറിയിക്കുക എന്നുള്ളതല്ല ലക്ഷ്മി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നെവിൻ്റെ വിഷയത്തിൽ അവരെങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളത്. നെവിനും റെനയും കൂടി ബീൻ ബാഗിൽ കിടക്കുന്ന സമയത്ത് ലക്ഷ്മി അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. യു ആർ സ്ട്രോങ്ങർ ദാൻ ദം, നിങ്ങൾ അവരെക്കാളൊക്കെ ശക്തനായിട്ടുള്ള ആളാണ്. ഞാൻ ഒനീലിൻ്റെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഒനീൽ അത് ഓവർകം ചെയ്ത നിലയിൽ എന്ന് പറയുന്നൊരു ടേം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് ഒനീലിൻ്റെ വിഷയത്തിൽ ഞാനായിരുന്നു പ്രതി, അപ്പോഴും പ്രതിയാണെന്നല്ല പറയുന്നത്, ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒനീൽ ഓവർകം ചെയ്തതുപോലെ എന്നാണ് പറയുന്നത്. എൻ്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് എന്ന് പറയുന്ന അങ്ങനത്തെ ടേംസ് ഒന്നുമില്ല. അത് ലക്ഷ്മിക്കില്ലല്ലോ, ലക്ഷ്മി ആരോടും സോറിയും പറയില്ലല്ലോ. അതിനേക്കാളും ബെറ്ററായിട്ട് നീ ഓവർകം ചെയ്ത് വരണം എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ലക്ഷ്മിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ലക്ഷ്മി പെട്ടെന്ന് പ്രതികരിച്ചതുകൊണ്ടാണ് ഈ മസ്താനിയും ഒനീലും തമ്മിലുള്ള കാര്യത്തിന് ലക്ഷ്മി എങ്ങനെ ട്രീറ്റ് ചെയ്തോ അങ്ങനെ സംഭവിച്ചു പോയത്. പക്ഷേ അവരങ്ങനെയല്ല, അവരാഴ്ചകളോളം പ്ലാൻ ചെയ്തിട്ടാണ് ഈ വിഷയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി വൈറ്റ് വാഷ് ചെയ്യുകയും ബാക്കിയുള്ളവരെ കുറച്ചും കൂടി ഒന്ന് കയറ്റിയടിക്കുകയും, കാര്യം ഈ വിഷയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ വിഷയം ഒരു സംസാര വിഷയമായിട്ട് മാറുന്നത് ഇപ്പോഴാണ്. ഞങ്ങൾ ചെയ്തതിനേക്കാൾ, അതായത് മസ്താനിയും ലക്ഷ്മിയും കൂടി ചെയ്തതിനേക്കാളും 10 മടങ്ങ് പ്രശ്നമുള്ളൊരു കാര്യമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഞാനതിനെ മടങ്ങുകൾ വെച്ച് അളക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. 2 മനുഷ്യരെ ഇവിടെ കുറ്റക്കാരായി ചിത്രീകരിക്കുകയാണ്. അതിൻ്റെ പേരിൽ അവരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഒനീലിൻ്റെ ഭാഗത്ത് ഒനീലിൻ്റെയും മസ്താനിയുടെയും ഭാഗം കേട്ട് ഒപ്പം നിൽക്കാൻ ആ ബിഗ് ബോസ് ഹൗസിലെ ബഹുഭൂരിപക്ഷം ആളുകളും തയ്യാറായതുപോലെ നെവിൻ്റെയും ഷാനവാസിൻ്റെയും വശങ്ങൾ കേട്ട് 2 പേർക്കൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമോ ഇതിനൊരു തെളിവോ കിട്ടുന്നത് വരെ 2 മനുഷ്യരിവിടെ വേദനിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ആ ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകൾ തയ്യാറാവുകയാണ് വേണ്ടത്. ലക്ഷ്മിക്ക് ആക്ച്വലി അവർ ചെയ്ത തെറ്റെന്താണ് എന്നിതുവരെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ലക്ഷ്മിക്ക് മനസ്സിലായിട്ടില്ല. ഈ 2 കാര്യങ്ങളും ലക്ഷ്മിക്ക് മനസ്സിലായിരുന്നെങ്കിൽ ലക്ഷ്മി നെവിനോട് പോയിട്ട് അവർ കളിക്കുന്നത് ഡേർട്ടി ഗെയിമാണ്, ഇത് നിൻ്റെ ഇമേജിനെ ബാധിക്കില്ല, ഇത് അവരുടെ ഇമേജിനെയാണ് ബാധിക്കുക എന്നൊക്കെ പറഞ്ഞ് നെവിന് കോൺഫിഡൻസ് കൊടുക്കാനിരിക്കുകയല്ല, അല്ലെങ്കിൽ നെവിൻ്റെ പ്രശ്നത്തിനെ വഷളാക്കാൻ ശ്രമിക്കുക അല്ല ചെയ്യുക. ലക്ഷ്മി ഏറ്റവും മിനിമം ആണേ പറയുന്നത്, ഏറ്റവും മിനിമം ആദിലയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞേനെ, ആദില
മസ്താനിയും ഒനീലും തമ്മിലുണ്ടായ ആ വിഷയത്തിനെ ഞാൻ എങ്ങനെ മിസ്യൂസ് ചെയ്തോ, ഞാൻ എങ്ങനെ വഷളാക്കിയോ, അങ്ങനെയാണ് ഷാനവാസും നെവിനും തമ്മിലുള്ള കാര്യത്തിനെ നീ ഇപ്പോൾ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ കാര്യങ്ങൾ മനസ്സിലാക്കണം, നീ നെവിനോടും സംസാരിക്കണം, ഷാനവാസിനോടും സംസാരിക്കണം, ഈ വിഷയത്തിനെ അനാവശ്യമായി എസ്കലേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാണ്. ഇത് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി ചെയ്തതിനേക്കാൾ 10 ഇരട്ടി പ്രശ്നമാണ് അവർ അപ്പുറത്ത് ചെയ്തതെന്നാണ്. സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ലക്ഷ്മി എങ്ങനെയാണോ മസ്താനിയെയും ഒനീലിനെയും കുഴപ്പത്തിലാക്കിയത്, രണ്ടുപേരുടെയും ഇമേജിന് കോട്ടം തട്ടിച്ചത്, അതേപോലെ തന്നെ നെവിൻ്റെയും ഷാനവാസിൻ്റെയും വിഷയത്തെ ആദില മോശമാക്കി എന്നുള്ളത് അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കുന്നില്ല. കാരണം ഇതുവർക്ക് മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായിട്ട് ഈ ഒരു ഗെയിം ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡേർട്ടി ഗെയിം എന്ന് പറയുന്ന ടൈറ്റിൽ ലക്ഷ്മിയുടെ ഗെയിമിന് തന്നെ വീണ്ടും കൊടുക്കേണ്ടിയിരിക്കുന്നു. നെവിൻ ആക്ച്വലി ഇത് ഭയങ്കര സീരിയസ് ആയി എടുക്കുന്നോ എന്ന് തോന്നിയത് ലക്ഷ്മിക്ക് കൊടുത്ത മറുപടിയിലാണ്. കാരണം ഈ അലിഗേഷൻസിൽ ബുദ്ധിമുട്ടിലാവുന്നത് ഓരോ വ്യക്തികളുടെ മാത്രം ലൈഫല്ല, നിങ്ങളുടെ മകൻ, എൻ്റെ അനിയത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇത്തരം അലിഗേഷൻസ് വരുമ്പോൾ ഇപ്പോൾ ലക്ഷ്മി അവിടെ ക്ലിയർ ചെയ്ത് വിടുകയാണ് നെവിൻ ചെയ്യുന്നത്. ലക്ഷ്മിയുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കിനെ പറയുമ്പോൾ ആ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ ഒരു അലിഗേഷനായി വന്ന സമയത്ത് ലക്ഷ്മിയുടെ മകൻ അഫക്റ്റ് ചെയ്യപ്പെട്ടു ശരിയാണ്. പക്ഷേ ആ സിറ്റുവേഷനിൽ ലക്ഷ്മിയുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത്. പക്ഷേ നെവിൻ്റെ ഭാഗത്ത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ കൂടുതൽ തെളിവുകൾ വേണം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ തുറന്ന് സംസാരിക്കണം. ഈ തുറന്ന് സംസാരിക്കാനുള്ള സ്പേസാണ് ലക്ഷ്മിയോട് അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നെവിൻ അയാളുടെ അനിയത്തെക്കുറിച്ച് ആലോചിക്കുന്നു. നെവിൻ ഈ ഒരു ലൂപ്പിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ഈ ദേഷ്യം, സങ്കടം, ഇതിലൊക്കെ ഇങ്ങനെ നമ്മൾ മൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളതിൽ പൊതഞ്ഞു പോകും. എന്തായാലും പിന്നീട് അങ്ങോട്ട് ഒരു രാത്രി സമയമൊക്കെ ആകുമ്പോഴേക്കും അക്ബർ ആദിലയോടും നൂറയോടും ഒക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്, അക്ബറിൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്. ഒരു ചിരിയോടുകൂടി ആ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം അയാളിൽ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നീട് ജിഷിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആദിൽ അത് പറയുന്നുണ്ട്. എന്തിനാണ് നോമിനേഷൻ്റെ സമയത്ത് ഈ വിഷയം എടുത്തിട്ടത്, അത് മോശമായിപ്പോയി എന്ന് അക്ബർ ആദിലോട് പറഞ്ഞു എന്നുള്ളത്. അത് സത്യമാണ്. അത് ആ സമയത്ത് എടുത്തിടേണ്ട വിഷയമായിരുന്നില്ല. അത് അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു വിഷയമായിരുന്നില്ല. അത് ചോദിക്കാനുള്ള കോമൺ സെൻസ് അവിടെ അക്ബറിന് മാത്രമേ ഉള്ളല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. ആകെ മൊത്തത്തിൽ ചുരുക്കി പറയാനാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായ ഒരു ദിവസമാണ്. പക്ഷേ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ ഇവർക്ക് പരിഹരിക്കാമായിരുന്നു. കുറച്ചും കൂടി പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുക, ഈ പ്രശ്നത്തിൽപ്പെടുന്ന ആളുകളെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക, സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ള ചിന്തകളുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മളൊരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. ഇവിടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. കാരണം ഇത്രയും ദിവസങ്ങൾക്കിടയിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങളെ മുഴുവൻ ഡീൽ ചെയ്തു. എന്നിട്ട് ഇപ്പോഴും പുതിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡീൽ ചെയ്യാൻ ഇവർക്കറിയില്ല. എന്താ കാരണം? എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും മറ്റേ പുള്ളി വരുമല്ലോ, മോഹൻലാൽ. പുള്ളി വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവരുടെ പ്രശ്നം തീർക്കലാണല്ലോ പുള്ളിയുടെ പണി എന്നിവർ കരുതുന്നുണ്ടോ? ഇവർക്കിത് മനസ്സിലാവുന്നില്ല. ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കാണിക്കുകയാണ്. ലാലേട്ടൻ വന്ന് ഒരു വീക്കെൻഡിൽ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കാണിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ, സിമിലർ ആയിട്ടുള്ള പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. നിങ്ങൾ ജഡ്ജ് ചെയ്യല്ല വേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് ചിന്തിക്കണ്ടേ? ഒരൊറ്റ ഒരെണ്ണത്തിന്, എക്സ്ക്ലൂഡിങ് അക്ബർ, ഒരൊറ്റ ഒരെണ്ണത്തിന് ഈ പരിപാടി മനസ്സിലായിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കാണിച്ച് കൊടുത്തിട്ടും സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടില്ല. ഈ ലാലേട്ടൻ വല്ലതും ഇവരോട് പറഞ്ഞിട്ടുണ്ടോ, മക്കളെ നിങ്ങൾ എന്തെങ്കിലും ഒരു കുൽസിത പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ വരൂല വീക്കെൻഡിൽ നിന്ന്? ബിഗ് ബോസ് ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലേ ലാലേട്ടൻ വരുള്ളൂ, അല്ലെങ്കിൽ പുള്ളി വരൂല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്? പുള്ളി എന്തായാലും വീക്കെൻഡിൽ വരില്ലേ? ഏതെങ്കിലും ഒരു വീക്കെൻഡിൽ ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് നിങ്ങൾ ചെയ്തത് വളരെ നന്നായിരുന്നു, നിങ്ങളുടെ ഗെയിം നല്ലായിരുന്നു, നിങ്ങൾ ചെയ്തത് നന്നായിരുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പുള്ളിക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ? എത്ര ഇമ്മച്ചുവർ, ആര്യനെ ഇമ്മച്ചുവറിന് പിന്നെയും ഒക്കെ വിളിക്കുന്ന സമയത്ത് എത്ര ഇമ്മച്ചുവറായിട്ടാണ് ഇവർ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ മുതലെടുക്കുക, അല്ലെങ്കിൽ ബോധക്കേട് കാണിക്കുക. ഇതിനപ്പുറത്ത് പരിഹാരം എന്ന് പറയുന്നൊരു കാര്യം ഇവർക്ക് ആർക്കും ഒരു പ്രശ്നത്തിലും കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരുപാട് അനാവശ്യ ദുർവാശികളൊക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഗെയിമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു ഗെയിമും ഇല്ല. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കുറ്റം പറയുക, ഹ്യൂമൻ ഇമോഷൻസിനെ ഡീൽ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഡീൽ ചെയ്ത് അതിനെ പ്രശ്നത്തിലാക്കുക, ആളുകളുടെ മെൻ്റൽ ഹെൽത്ത് തകരാറിലാക്കുക, ഈ പ്രശ്നങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾക്കും ഒരു ഗെയിമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കൊടു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൊടുത്ത പോലെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കൊടു. അപ്പോഴും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നത്. എന്നാലും ഈ ഹ്യൂമൻ ഇമോഷൻസിൻ്റെ പുറത്ത് കയറി ഫലം വലിക്കുന്നത് കുറച്ച് കുറഞ്ഞിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഹോട്ടൽ ടാസ്ക് വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു അടുക്കള നോക്കാൻ പറ്റാത്ത ആളുകളാണ് ഹോട്ടൽ നടത്താൻ പോകുന്നത്. ഇനി ആ ടാസ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഹോട്ടൽ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് വലിയ വലിയ മാരകായുധങ്ങൾ കൊടുക്കരുതേ ബിഗ് ബോസ് എന്നൊരു അഭിപ്രായമാണ് ഇതിൻ്റെ കൂടെ പറയാനുള്ളത്. കാരണം ആയുധങ്ങളുടെ സ്കെയിൽ അനുസരിച്ച് മുറിവുണ്ടാക്കുന്ന ഒരു രീതി ഇവിടെയുണ്ട്. അതും കൂടി ഇതിൻ്റെ ബാക്കിപത്രമായി സംഭവിച്ചേക്കാം. എന്തായാലും ഹോട്ടൽ പരിപാടി തുടങ്ങട്ടെ, എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ മോശമായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെയൊക്കെ പല സമയത്തും ഡീൽ ചെയ്യപ്പെടുന്നുണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ട് വശവും കേൾക്കാൻ ശ്രമിക്കുക, ആളുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ഹ്യൂമൻ ഇമോഷൻസിനെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക, പരസ്പരമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പറഞ്ഞ് പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ
ക്രിമിനൽ ഒഫൻസുകൾ, സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ, അത് കോടതി വഴി, അത് നോക്കാൻ ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. വലിയ വലിയ കേസുകളെല്ലാം അങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. പക്ഷേ ഇത് സൗഹൃദങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. നമ്മളും നമ്മുടെ ലൈഫിലേക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യവും അത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എല്ലാ തവണയും പറയുന്ന പോലെ സൈബർ ബുള്ളിങ് പരിപാടികൾ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ഇതൊക്കെ ഇവരുടെ സ്ട്രാറ്റജി ആയിരിക്കും എന്ന് പറയുന്ന കാര്യം ഞാൻ ഇനി പറയുന്നില്ല, പ്രത്യേകിച്ച് ഈ എപ്പിസോഡിൽ പറയുന്നില്ല. ഇതൊക്കെയാണ് സ്ട്രാറ്റജി എങ്കിൽ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ശരി.